الله أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الصلاة خير من النوم. الصلاة خير من النوم. الله أكبر الله أكبر. لا إله إلا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار
ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ കഴുകി ശുദ്ധിയാക്കി തന്ന് അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ നൂറ് കൊണ്ട് അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഖലാ, നമ്മുടെ അജൽ ഇന്നത്തെ രാവിലോ നാളത്തെ പകലിലോ വന്നെടുക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മെ ശുദ്ധിയായവരായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ എപ്പോഴും അല്ലാഹു പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്കും വെറുപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു പാരത്രിക സുഖം നൽകി സ്വർഗ്ഗലോകത്ത് അവരെ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു, ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം പറഞ്ഞ് അള്ളാഹു തആല പറയുന്നത് ഫീ ബുയൂത്തിൻ, അത് ചില ഭവനങ്ങളിലാണ്. ചില ഭവനങ്ങളിൽ അദിനല്ലാഹു അൻ തുർഫഅ, ആ ഭവനങ്ങൾ ഉയർത്തപ്പെടാനും വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ വീടുകളിൽ അള്ളാഹുവിന്റെ ഇസ്മു പറയപ്പെടാനും അള്ളാഹു നിശ്ചയിച്ചു, അള്ളാഹു കൽപ്പിച്ചു. അങ്ങനത്തെ വീടുകളിൽ യുസബ്ബിഹു ലഹു ഫീഹാ, ആ വീടുകളിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. തസ്ബീഹ്, ഖുർആനിൽ വന്ന തസ്ബീഹുകളൊക്കെയും അതിന്റെ അർത്ഥം അസ്വല, നിസ്കാരമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ തസ്ബീഹും ചൊല്ലുന്നുണ്ട്. ആര്? റിജാലുൻ, ചില ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാനോ അള്ളാഹുവിനെ ഓർക്കാനോ അവരുടെ കച്ചവടം അവർക്ക് തടസ്സമല്ല. വലാ ബൈഉൻ, അവർ ചെയ്യുന്ന വിൽപ്പനകളും അവർക്ക് തടസ്സമല്ല. നിസ്കരിക്കാൻ, വഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്താനും, വഈതാഇസ് സക്കാ, സകാത്ത് നൽകാനും അതിനവർക്ക് തടസ്സമല്ല. അല്ലാഹു തആല എവിടെ പറയുമ്പോഴും സകാത്തും നിസ്കാരവും ഒരുമിച്ച് പറയും എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിസ്കാരത്തിന് ആവേശമുള്ള ആളുകൾക്ക് സകാത്തിന്റെ വിഷയത്തിൽ കസല് വരും, മടി വരും, ഒരു മടി തോന്നുക. അതിനെ ഉണർത്തുകയാണ് അല്ലാഹു. സത്യത്തിൽ ദുന്യാവുമായി, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, കാശ് കയ്യിൽ വേണം, പൈസ വേണം എന്ന സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ഈ ഒരു അത്യാർത്തി, അത് കൈവടിഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ നൂറിലേക്ക് വരുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു. നിസ്കാരം പറയുമ്പോൾ അപ്പം പറയും, മുതലിനോടോ അല്ലെങ്കിൽ ദുന്യാവിനോടോ ആർത്തിയുള്ള ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ പോലും ശ്രദ്ധ ശരിയാവില്ല. അങ്ങനെ, കാരണം നിസ്കാരത്തിൽ അവൻ ചിന്തിക്കുന്നത് അക്കൗണ്ടാണ്, അവന്റെ കച്ചവടത്തിന്റെ ചിന്തകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ, സകാത്ത് കൊടുക്കാൻ, സ്വതക്ക കൊടുക്കാൻ, അല്ലെ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിസ്കാരം പറയും അപ്പം പറയും സകാത്ത്, സ്വതക്ക ചെയ്യുന്നത്. മുസ്ലിം അങ്ങനെയാണ്, അവന്റെ ദുന്യാവിനോടുള്ള കാഴ്ചപ്പാട് അതാണ്. ഇങ്ങനെയാണ് മുസ്ലിം ജീവിതത്തെ കാണുന്നത്. അള്ളാഹുവിനെ അറിയാനുള്ള വലിയൊരു അവസരമാണ് അള്ളാഹു തന്നത്. നമ്മളെങ്ങാനും അതറിയാതെ മരിച്ചുപോയാൽ, അല്ലെ, അറിയാതെ വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണ്. തൗഹീദ് രണ്ട് വിധത്തിലുണ്ട്. തൗഹീദ് ദൗഖിയുണ്ട്, തൗഹീദ് മഅനവിയുണ്ട്. തൗഹീദിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മുവഹിദീങ്ങൾ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, തൗഹീദ് പഠിച്ചവർ. തഫ്സീർ നസഫിക്ക് വ്യാഖ്യാനം എഴുതിയ, പരിഭാഷപ്പെടുത്തിയ ക്രിസ്തീയ പണ്ഡിതൻ, യൂറോപ്പുകാരൻ ക്രിസ്തീയ പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്, മുസ്ലിം അല്ല. തഫ്സീർ നസഫിയെ വ്യാഖ്യാനിച്ച ആളാണ്. വ്യാഖ്യാനിക്കണമെങ്കിൽ പഠിക്കണ്ടേ, തർജ്ജമ ചെയ്യുന്നത് പഠിക്കണ്ടേ? നമ്മൾ പോലും പഠിച്ചിട്ടുണ്ടാവില്ല തഫ്സീർ നസഫി.
അത് തൗഹീദ്, ഒരു തരം തൗഹീദ്, ഒരു ഫിലോസഫിയാണ്. പക്ഷെ തൗഹീദ് ദൗഖി, നമ്മൾ ആസ്വദിക്കേണ്ട ഒരു തൗഹീദ് ഉണ്ട്. അത് ജീവിതത്തിൽ സാധിക്കാതെ പോയാൽ ഇനിയൊരു അവസരം അല്ലാഹു തരൂല. ഈ ജീവിതമേ അതിനുള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ പടച്ചവനെ, സ്രഷ്ടാവിനെ അറിയാനാ അല്ലാഹു പറഞ്ഞയച്ചത്. അത് നമുക്ക് ഈ ജീവിതത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കുമുള്ള നഷ്ടമായി അത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഒരു തിരിച്ചു വരവില്ല. ഇനിയൊരു അവസരം അല്ലാഹു തരൂല. മരിപ്പിച്ചാൽ അതോടെ നിന്റെ ചാൻസ് കഴിഞ്ഞു. ഇനി നിനക്ക് തിരിച്ചു വരവില്ല. അതുകൊണ്ട് എന്താണ് ജീവിതം, എന്താണ് ഈ ലോകത്ത്? മുസ്ലിമിന്റെ വീക്ഷണം എന്താണ്? സമ്പത്തിനോട്, സമ്പാദ്യത്തോട് എന്താ നമ്മുടെ വീക്ഷണം? ഇതൊക്കെ സൂചിപ്പിക്കുകയാണ് നിസ്കാരവും സക്കാത്തും, സക്കാത്തും നിസ്കാരവും, നിസ്കാരം സ്വതക്ക ചെയ്യുക. ഇങ്ങനെ അള്ളാഹു സമ്പത്തുമായി ബന്ധപ്പെടുത്തിയ ഇബാദത്തുകളെ ചേർത്തി പറയും. അത് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. يخافون يوما تتقلب فيه القلوب والأبصار. കണ്ണുകളും ഹൃദയങ്ങളും കീഴ്മേൽ മറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അവർ പേടിയിലാണ്. അതുകൊണ്ട് നിസ്കാരത്തിനൊന്നും തടസ്സമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടിന്റെ ഒരു ജോലിയും നിസ്കാരത്തിന് അവർക്ക് തടസ്സമല്ല. മക്കളെ നോക്കുന്നതോ, കിടത്തി ഉറക്കുന്നതോ, ഭക്ഷണം കൊടുക്കുന്നതോ നിസ്കാരത്തിന്റെ സമയമായാൽ അവർക്ക് തടസ്സമല്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, അവിടുത്തെ കുടുംബത്തെ സഹായിച്ചു കൊണ്ടിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ, അല്ലേ? ഹത്താ ഇദാ ഉഖീമത്തിസ്, നിസ്കാരത്തിന് ഇഖാമത്ത് അങ്ങ് കൊടുത്താൽ കഅന്നഹു ലം യഅരിഫനാ, നബി തങ്ങൾക്ക് ഞങ്ങളെ പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ നിസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ അവന്റെ കുടുംബത്തിന്റെ വിഷയം അള്ളാഹു പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മസ്ജിദുകളെ സംബന്ധിച്ചുള്ള വിവരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾ, ആ പള്ളികളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഈ ഫീ ബുയൂത്തിൻ, ഭവനങ്ങളിൽ എന്ന് തുടങ്ങുകയാണ്. അതൊരു പ്രിപ്പോസിഷൻ വെച്ച് തുടങ്ങുകയാണ്. ഫീ ബുയൂത്തിൻ, ഭവനങ്ങളിൽ. ഏത് ഭവനം? അവിടെ ഉയർത്തപ്പെടാനും അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ ഭവനങ്ങളിൽ യുസബ്ബിഹു ലഹു ഫീഹാ, അവിടെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട് ചില ആളുകൾ. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉദാഹരണം, ഖൽബിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലെ മിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. മുഅ്മിന്റെ ഖൽബ് തന്നെ അങ്ങനെയാണ്. ഈ മുഅ്മിനായ മനുഷ്യൻ പള്ളിയിലേക്ക് എത്തിയാൽ നൂറുൻ അലാ നൂർ, അവന്റെ ഹൃദയം പ്രകാശത്തിനു മേൽ പ്രകാശമാവുകയാണ്. നമുക്ക് പള്ളിയിലേക്ക് കയറിയിറങ്ങുന്നതിന്റെ കൂലി എത്രയാണ്? നമ്മൾ ചെറുതാ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷിക്കണം. നമ്മുടെ പള്ളിയിലേക്കുള്ള വരവ്, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമുമാർ, മുഅദ്ദിനുമാർ, എത്രയാണ് അവർക്ക് അള്ളാഹു നൽകുന്ന കൂലി? ഭയങ്കരമാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിലേക്ക് കടക്കുന്നത്, അവിടെ ചെന്ന് നിസ്കരിച്ചു പോരുന്നത്, എത്രയാണ് കൂലി? നമ്മളൊരു പക്ഷേ ഹദീസുകളിൽ വന്ന വിവരണം കേട്ടാൽ അതൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളതായി കഴിഞ്ഞു, അള്ളാഹുവിന്റെ മഹലായ ഫضലുണ്ടെങ്കിൽ, അല്ലേ? അപ്പോ നമ്മൾ ഒരു നന്മയും ചെറുതായി കാണരുത്, പ്രത്യേകിച്ച് പള്ളികളുടെ വിഷയത്തിൽ. ഇവിടെ റിജാലുൻ എന്ന് പറഞ്ഞു, പുരുഷന്മാർ. ആ പറഞ്ഞ പുരുഷന്മാർ ആണുങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ ആ പ്രയോഗം എന്ന് തന്നെ ഗണിക്കണം. പക്ഷേ റിജാലി എന്ന വാക്കിന് വേറൊരു അർത്ഥം, ഒരു സാധാരണ പുരുഷന്മാരല്ല, അവർ ആണുങ്ങളാണ്, അവർ ആൺകുട്ടികളാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് സത്യത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവര് ശരിക്കുമുള്ള ആൺകുട്ടികളാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, അൻസ്വാരികളിൽ പ്രമുഖനായ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സലാസത്തുൻ അന ഫീഹിന്ന റജുലുൻ, മൂന്ന് വിഷയം, ആ മൂന്നിലും ഞാൻ റജുലാണ്, ഞാനൊരു പുരുഷനാണ്. പിന്നെ പറഞ്ഞു വമാ സിവാഹ വഫീമാ സിവാ ദാലിക് ഫഅന വാഹിദുൻ മിനൻ നാസ്, ഈ മൂന്നല്ലാത്ത ബാക്കി വിഷയത്തിൽ ഞാൻ സാധാ ജനങ്ങളിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഒരു പുരുഷൻ തന്നെയാണ്, ഞാൻ റജുലാണ്. റുജൂലിയത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ആണത്വം എന്ന് പറയുന്ന സംഗതി. അങ്ങനെ സംഗതി ഉണ്ട്, അത് ഇന്നൊക്കെ നഷ്ടപ്പെടുകയാണ്. ആണത്തെ നഷ്ടപ്പെട്ട് ആണിന്റെ കോലം പെണ്ണ് കെട്ടുക, പെണ്ണിന്റെ കോലം ആണ് കെട്ടുക. അതൊക്കെ ഭയങ്കരമായ ഗുരുതരമായ വിപത്തുകൾ വരുത്തി വെക്കുന്ന ഒരു സമൂഹത്തിന്റെ കൾച്ചറൽ സ്റ്റാഗ്നേഷൻ,
സാംസ്കാരികപരമായ അധോഗതിയാണ്, അധപ്പതനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. പെണ്ണിന്റെ കോലമാണ് കെട്ടി നടക്കുക, ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയില്ല. അങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കുക, അതൊക്കെ ഭയങ്കര ഗുരുതരമായ തെറ്റുകളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒക്കെ ഭയങ്കര സിമ്പിളാണ്, ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകയാണെന്ന്. അല്ല, അന്ത്യനാള് വരുത്തി വെക്കുകയാണെന്ന്. ഖിയാമത്തിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞ അതല്ലേ. നമ്മൾ ചെയ്തു കൂട്ടുന്ന പണികളെ കൊണ്ട് ഖിയാമത്തിനെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. ഈ പണികളൊക്കെ നിർത്തിവെച്ചാൽ ഖിയാമത്തിനെ അല്ലാഹു തആല നീട്ടിക്കൊണ്ടുപോകുമോ എന്ന് പോലും തോന്നിപ്പോകും ഹദീസുകൾ നമ്മൾ ഓതി നോക്കുമ്പോ. നമ്മൾ വരുത്തി വെക്കുകയാണെന്നാ. അപ്പൊ ആണുങ്ങളാകണം, റിജാലാവണം. സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, 3 വിഷയത്തിൽ ഞാൻ റജുലാണ്. അദ്ദേഹം പുരുഷനാണ്, പക്ഷെ ഞാൻ റജുലാണ്, ഞാൻ ആൺകുട്ടിയാണ്. എന്താണ് 3 മാ സ്വല്ലൈതു സ്വലാതൻ ഫശഗൽതു നഫ്സി ബിഗൈരിഹാ ഹത്താ അഖ്ലിഹാ. യാ അല്ലാഹ്, ഇതൊക്കെ പറയേണ്ട വിഷയം തന്നെയല്ലേ ബഹുമാനപ്പെട്ടവർ. ഒരു നിസ്കാരത്തിലേക്ക് ഞാൻ അങ്ങ് പ്രവേശിച്ചാൽ എന്റെ ശരീരം ആ നിസ്കാരത്തിലല്ലാതെ മറ്റൊന്നും എന്റെ ശരീരത്തിന് ചിന്ത വരൂല. ഞാൻ എന്റെ നിസ്കാരത്തിൽ ആണാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്. നമുക്കൊക്കെ പ്രശ്നം അതല്ലേ. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയാൽ നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് മറക്കുകയാണ്. നമ്മൾ ഏത് ലോകത്താണുള്ളത് എന്നറിയുന്നില്ല, ഇമാം എന്താ ഓതുന്നത് എന്നറിയുന്നില്ല, എത്ര റക്അത്തായി എന്നറിയുന്നില്ല. നിസ്കാരം അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ നടക്കുന്നു. നമ്മൾ മനസ്സുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ? ഫിഖഹിന്റെയും തസവുഫിന്റെയും ഒരു ഫർഖ് അതാണ്. ഫിഖ് പറയും നിസ്കാരം സ്വഹീഹാണ്, എന്തേ നിനക്ക് വുദൂഇല്ലേ? ഓക്കെ. ഫിഖ് പറയും വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഖുശൂ ഉണ്ടായിട്ടുണ്ടോ? നിസ്കാരം സ്വഹീഹാണ്, നിസ്കാരം കളാ വിട്ടേണ്ട ആവശ്യമില്ല. മുതസവ്വിഫീങ്ങൾ, തസവുഫിന്റെ ആലിമീങ്ങൾ, സൂഫിവര്യന്മാർ, അവരുടെ മദ്ഹബ് എന്താ? നിസ്കാരത്തിന് നിനക്ക് ഖുശൂ ഇല്ലേ? സ്വലാത്തുക ബാത്തിൽ, നിന്റെ നിസ്കാരം ബാത്തിലാണ്. സുബ്ഹാനല്ലാഹ്. 40 വർഷം ഒന്നാമത്തെ സൊഫിൽ നിന്ന് നിസ്കരിച്ചൊരു മഹാന്റെ ചരിത്രം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 വർഷം അദ്ദേഹം നിസ്കരിച്ചത് ഒന്നാമത്തെ സൊഫിലാണ്, ഇമാമിന്റെ തൊട്ടരികത്താണ്. ഒരു ദിവസം പള്ളിക്ക് വരാൻ നേരം വൈകി. അപ്പൊ ഇയാൾക്കൊരു വിഷമം തോന്നി, ഇനി എങ്ങനെ 2ാം സൊഫിൽ നിൽക്കുക? മനസ്സിൽ അങ്ങനെയാണല്ലോ, സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമം. 40 വർഷം അങ്ങനെയാണ്, 4 ദിവസം എന്നല്ല, 40 വർഷം സ്ഥിരമായി. അന്നേരം അദ്ദേഹം ചിന്തിക്കുക, പടച്ചോനെ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. അപ്പൊ ഞാൻ ഈ നിസ്കരിക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ എന്തിനു വിഷമിക്കണം? എനിക്ക് എന്തിനു വിഷമം തോന്നണം? ആൾക്കാർ കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോ എന്റെ ഈ നൃത്തം ആളുകൾ അറിയുന്നതിലൂടെ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അത് റിയാ ആണ്, ഷോ ഓഫ്, ആളുകളെ കാണിക്കലാണ്. 40 വർഷത്തെ നിസ്കാരം ഖളാ കൂട്ടിയിട്ടുണ്ട് ഈ മഹാൻ. മുതസവ്വിഫീങ്ങൾ അങ്ങനെ ചിന്തിക്കുക, തസവുഫിന്റെ ആലിമീങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അതാണ് നമ്മൾ സൂഫിസം തസവുഫ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഫിലോസഫിക്കാർ എന്തൊക്കെയോ ഇസ്ലാമിക് സൂഫിസം, മിസ്റ്റിക് കവികൾ, മിസ്റ്റിക് സൂഫി എന്തൊക്കെയോ, അവർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് തസവുഫ് എന്ന്. ഇതാണ് സത്യത്തിൽ ദറജാത്തുൽ കമാൽ, പരിപൂർണതയിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമം ഇതാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് നിസ്കാരത്തിൽ എന്താ ഉണ്ടായിരിക്കുക. ഇപ്പൊ നിസ്കരിച്ച ഇശാ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ മഗ്രിബ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അസ്റുണ്ടോ? ദുഹറുണ്ടോ? സുബ്ഹിണ്ടോ? നമ്മുടെ മുഴുവൻ ഖശിയത്ത്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അപ്പോ പരിശ്രമിക്കണം നമ്മൾ, അതിനുള്ള ചിന്തകൾ വേണം. മുഴുവൻ കിട്ടോ? ഇല്ല, അത് പ്രായോഗികമല്ല. പെട്ടെന്ന് വളരെ ഒറ്റടിക്ക് നമുക്ക് ആ ഒരു റുത്ബയിലേക്ക് എത്താൻ പറ്റൂല എന്നാ. സാവധാനേ കഴിയുള്ളൂ. ആദ്യം നിസ്കാരത്തിന്റെ ഫർളുകൾ ശരിയാക്കണം, സുന്നത്തുകൾ ശരിയാക്കണം, നിസ്കാരത്തിന്റെ ഫിഖ്ഹ് പഠിക്കണം, ഷർത്തും ഫർളും പഠിക്കണം, വാജിബും സുന്നത്തും പഠിക്കണം. അതൊക്കെ ലെവലായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പഠിക്കണം. നിസ്കാരത്തിൽ ആകെ ശ്രദ്ധ, കൈ അനങ്ങുന്നുണ്ടോ, അതൊക്കെ ആദ്യകാലം റെഡിയാക്കി നിർത്തണം. ജീവിതകാലം മുഴുവൻ അതല്ല ചിന്ത. നിന്റെ നിസ്കാരത്തിന്റെ ചിന്തയിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കും. മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കലല്ലേ നിസ്കാരം. അപ്പോ റുക്കിനുകളും നിസ്കാരത്തിന്റെ ബാത്തിലാക്കുന്ന വിഷയങ്ങളും ആദ്യം പഠിച്ച് റെഡിയാക്കുക. ഫാത്തിഹ സൂറത്തിന്റെ മഖറജ് അതൊക്കെ ആദ്യം ശരിയാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് വരിക. അല്ലെങ്കിൽ ആദ്യകാല നിസ്കാരം പഠിച്ചു തുടങ്ങുമ്പോൾ അത് ശരിയാക്കണം. പിന്നെയുള്ള സമയം ചിന്തയാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തിൽ നിസ്കരിക്കുക. അപ്പോ ഫിഖഹിന്റെ ആ വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ഉയരണം.
സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഒരു നിസ്കാരത്തേക്ക് ഞാൻ അങ്ങ് പ്രവേശിച്ചിട്ട് അതല്ലാത്ത മറ്റൊന്നും എന്റെ ശരീരം എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാനതിൽ ആൺകുട്ടിയാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അവരൊക്കെയാണ് അൻസാരികളായ സ്വഹാബിമാർ. പിന്നെ പറഞ്ഞു, വലാ സിർതു ഫീ ജനാസത്തിൻ ഫഹദ്ദസത് നഫ്സി ബിഗൈരി മാ തഖൂൽ ഹത്താ അൻസരിഫ മിൻഹാ. ഞാൻ മയ്യിത്ത് കൊണ്ടുപോകുന്ന ഒരു ജനാസയിൽ സംഗമിച്ചാൽ, ഒരു മയ്യിത്തിനെ പള്ളിക്കാട്ടിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജനാസയിൽ ഞാൻ അങ്ങ് അനുഗമിച്ചാൽ, ആ മയ്യിത്ത് വിളിച്ചു പറയുന്ന ആശയങ്ങളല്ലാതെ, ഈ മരണത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠങ്ങളല്ലാതെ മറ്റൊന്നുമേ എന്റെ ശരീരം സംസാരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് അപ്പോഴും വരും ഫോണ്, നമ്മൾ അപ്പോഴും സംസാരിക്കും. അതൊക്കെ ഡിസ്റെസ്പെക്റ്റ് ആണ്, ഒരു അനാദരവാണ്. ഒരു മയ്യത്ത് കൊണ്ടുവന്ന നിങ്ങൾ ഫോൺ വിളിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോലെ വാത്തിലാവും, അതൊന്നല്ല ഈ പറയുന്നത്. അതൊരു അച്ചടക്കമില്ലായ്മയാണ്. ഒരു മനുഷ്യന്റെ റൂഹ് അല്ലാഹു കൊണ്ടുപോയി ആ മനുഷ്യന്റെ അമലുകളുമായി ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. മരണം ആഖിറത്ത് ജീവിതത്തിന്റെ തുടക്കമാണ്. ദുനിയാവിൽ മരിക്കുന്നത് ആഖിറത്തിലേക്കുള്ള ജന്മമാണ്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആ ഒരു മനുഷ്യന് യാത്രയപ്പ് കൊടുക്കുകയാണ്. അതാണ് ജനാസ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ മുഴുവനും ആദ്യം നടക്കണമെന്ന, മയ്യത്ത് പിറകിലാ വരേണ്ടത്. നമ്മൾ ഏറെക്കുറെ ശരിയാക്കാറുണ്ട്, മയ്യത്ത് നടുവിൽ വരും. അതുമല്ല, ജനങ്ങൾ മുഴുവനും മുമ്പേ നടന്ന മയ്യത്താണ് അവസാനം വരേണ്ടത്. കൊണ്ടുപോകുകയാണ്, നമ്മൾ പിന്നാലെ പോകണം. ആ മയ്യത്തിന് പേടിയുണ്ട്, മയ്യത്തിന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ മുമ്പിൽ കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അതും ഉറക്കെ വിളിച്ചു പറയാതെ വളരെ മൗനത്തിൽ, ചെറിയ ശബ്ദത്തിൽ, വളരെ ഗാംഭീര്യത്തിൽ, ആ നടത്തത്തിലെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെയോ ഒരു ഉപദേശത്തിന്റെയോ അതിലേറെ വരുന്ന മനുഷ്യന് ഉപകാരം വരും ആ ഒരു ചലനത്തിൽ, ആ ഒരു നടത്തത്തിൽ. സുബ്ഹാനല്ലാഹ്. കൂട്ടുകാരൊക്കെ മുമ്പിലുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടില്ല, അവരൊക്കെ എന്നെ കൊണ്ടുപോകാൻ, നിങ്ങളൊക്കെ മുമ്പിൽ നടക്കി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. മയ്യത്തിന് ആദ്യം വിടല്ല. എന്തൊരു മനോഹരമാണ് ദീനിന്റെ ശറഅ. നോക്കണം, ശറഅന്റെ ആദ്യം എല്ലാവരും മുമ്പോട്ട് നടക്കി, മയ്യത്ത് പിറകിൽ വരട്ടെ. ആ ജനാസ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠമല്ലാതെ എന്റെ ശരീരം മറ്റൊന്നും എന്നെ ചിന്തിപ്പിച്ചിട്ടില്ല, ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യും. അവിടെ വേറെ വർത്തമാനങ്ങളില്ല, അവിടെ കല്യാണത്തിന്റെ ചർച്ചല്ല, അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വർത്തമാനം നടക്കൂല, അവിടെ ദുനിയാവിന്റെ ഒരു വർത്തമാനം നടക്കുന്നില്ല. ഞാൻ മൗനിയായി പഠിക്കുകയാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന റജുലുൻ, ഞാൻ അവിടെ ആൺകുട്ടിയാണ്, ആണാണ്. പിന്നെ പറഞ്ഞു, വലാ സമിഅതു ഹദീസൻ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ അലിംതു അന്നഹു ഹഖ്ഖുൻ മിനല്ലാഹി തആല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് എങ്ങാനും പറഞ്ഞാൽ അത് അല്ലാഹുവിൽ നിന്ന് ഹഖാണെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ എനിക്കവിടെ സംശയമല്ല. ഒരു ഹദീസ് അങ്ങ് കേട്ടാൽ ഇതെന്റെ റബ്ബ് എന്നോട് പറയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കൊണ്ടാ പറയുന്നത്. അവിടുന്ന് ഇഷ്ടമുള്ളതല്ല പറയാ, അവിടുന്ന് വഹിയാണ് പറയുന്നത്. ഞാൻ അങ്ങ് ഉറപ്പിക്കും, അതിനപ്പുറത്തേക്ക് ഞാനില്ല. ഇങ്ങനെ മൂന്ന് വിഷയം, വഫീമാ സിവാ ദാലിക ഫഅന വാഹിദുൻ മിനന്നാസ്, ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഞാൻ ജനങ്ങളിൽ ഒരാളാണ്, പക്ഷെ ഈ വിഷയങ്ങൾ ഞാൻ ശരിക്കും സൂക്ഷിച്ചു പോന്നിട്ടുണ്ടെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ് ഉലമാക്ക്. എങ്ങനെ? ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ ചില ആണുങ്ങളുണ്ട് പറഞ്ഞാൽ ഈ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ കയറിയിറങ്ങുന്ന മസ്ജിദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. യാ അല്ലാഹ്. അപ്പോ ഇവരാണ് ആണുങ്ങൾ. ലൈസ മൻ യഖ്തഉ ത്വരീഖ ബതലു വഇന്നമാ മൻ യത്തഖില്ലാഹൽ ബതലു. കൊള്ള ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല വലിയ വലിയ ചാമ്പ്യന്മാർ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് വലിയ വലിയ ആളുകൾ എന്ന് കവി പാടിയതുപോലെ. അപ്പോ പള്ളിയുടെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ആദാബുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ളതിന്റെ അഹ്കാമുകളിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പ് ചില ഹദീസുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. എത്രയാണ് അതിന്റെ മഹത്വം എന്നറിയാൻ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമുക്കതൊന്ന് നന്നാക്കി ചെയ്യാൻ തോന്നും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ തവല്ലഅ ഫീ ബൈതിഹി ഫഅഹ്സനൽ വുളൂഅ ثم أتى المسجد فهو زائر الله وحق على المزور أن يكرم الزائر. ഉലമാ പറയുന്നുണ്ട്, പള്ളിയിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുകയാണ് എന്നതുപോലെ അങ്ങനെ ചിന്തിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുകയാണ്. പറഞ്ഞു, ചെരുപ്പ് ഊരി വെക്കുന്നതോടുകൂടെ ദുന്യാവിന് നമ്മൾ പുറത്ത് ഊരി വെക്കുകയാണ്.
പിന്നെ അവിടെ ദുന്യാവിന്റെ വർത്തമാനേ വരരുത്, ആരും ചോദിക്കാനും നിൽക്കരുത്. കുടുംബത്തിന്റെ വർത്താനം വിവരമൊന്നും പള്ളിയിൽ നിന്ന് ചോദിക്കുകയും ചെയ്യരുത്. ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാതിരുന്ന അത് പിന്നെ ആകെ സബുൽ മുബിക്കാത്തിന്റെ പ്രശ്നമാവും അല്ലേ? മസാല മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മിണ്ടിയില്ല, ഞാൻ അവനോട് മുണ്ടൂരാണ്, അവൻ പള്ളിയുടെ അഥവായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ചോദിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പറ്റൂല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കേണ്ടതുണ്ടോ ഇല്ല എന്നുപോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ പറഞ്ഞൊക്കെ എവിടെയാണ്? ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാതെ ഭക്ഷണം കഴിക്കണം എന്നാ. നമ്മൾ എല്ലാ കഥയും പറയും. ഒരാൾ സലാമോട് പറയുമ്പോ ഇത് പറയാൻ പറ്റൂലല്ലോ, സുബ്ഹാനല്ലാഹ്, അവിടെ അല്ല പറഞ്ഞത്. മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ സലാം പറയണ്ട, ഇനി പറഞ്ഞാൽ തന്നെ അയാൾ മറക്കണമെന്നുമില്ല. എന്തേ? തഅദ്ദുബൻ ബിതആമിഹി, അവൻ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അദബാണത്. എല്ലാം പറയുന്ന കൂട്ടത്തിൽ സലാം അടക്കി, എത്ര നല്ല കാര്യ സലാം അടക്കല്. നമ്മൾ മസലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇത് എവിടെയാണ് ഈ പറയേണ്ടത്, എവിടെയാണ് ഈ പ്രയോഗിക്കേണ്ടത്. അപ്പോ പള്ളിയിൽ ചെന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, ആരോടും പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക വർത്തമാനങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ഒരാൾ വുളൂ ചെയ്തു വന്നു, ഫഅഹ്സനൽ വുളൂഅ, വുളൂ നന്നാക്കി എടുത്തു. മുഖം കഴുകുമ്പോ മുഖം എന്ത് ചെയ്യുന്നു? മേലോട്ട്, മംബിത്തുഷാർ, എവിടെയാണോ മുടി മുളക്കുന്നത് സാധാരണഗതിയിൽ അതുവരെയാണ് വുളൂഇന്റെ സ്ഥാനം. പക്ഷെ ഒന്നുകൂടെ അങ്ങ് മേലോട്ട് കയറ്റിയിട്ടെന്ന് മുഖം കഴുകുക. ചെവിക്കുന്ന് ഷഹ്മത്തുൽ ഉദുൻ, ഈ ഭാഗം വരെ നനഞ്ഞാൽ മതി. പക്ഷെ ഒന്നുകൂടെ കുറച്ചങ്ങ് ചെവി അങ്ങ് നനഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഒന്നങ്ങോട്ട് കയറ്റിയിട്ട് വുളൂ എടുക്കുക. കൈമുട്ട് വരെ അത് സ്കെയിൽ വെച്ച് അളന്ന് നനക്കണ്ട, കുറച്ചും കൂടെ മേലോട്ട് നനഞ്ഞോട്ടെ. ഇതാണ് അഹ്സനൽ വുളൂ എന്ന് പറഞ്ഞാൽ. വുളൂ ഒന്ന് ഉഷാറാക്കി എടുക്കുക. ശാഫിഈ മദ്ഹബിൽ തലമുടി അല്പം, തലയിൽ നിന്നുള്ള മുടി തലയുടെ ഭാഗത്ത് അല്പം നനഞ്ഞു, അത് മതി. മസ്ഹുർ റഅസ് സംഭവിച്ചു. ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ അവരുടെ മദ്ഹബിൽ റുബ്ഉർ റഅസ്, തലയുടെ 4/1 തടവണം, അല്ല നിസ്ഫ് തടവണം, അല്ല സുലുസ് വേണം, സുലുസൈനി വേണം എന്നൊക്കെ അഭിപ്രായമുണ്ട്. 2/3 ഭാഗം നമുക്കതില്ല. പക്ഷേ മറ്റു മദ്ഹബുകളെ പരിഗണിച്ചിട്ടും വുളൂ ഒന്ന് ഉഷാറാക്കാൻ എന്ത് ചെയ്യുക? ആ നനഞ്ഞോ ഇല്ലേ എന്നുള്ള ആ തൊടലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ശരിക്കൊന്ന് എന്ത് ചെയ്യുക? ഒന്നായിട്ട് കയ്യൊന്ന് തടവുക. അഹ്സനൽ വുളൂഅ, വുളൂ ഒന്ന് ഉഷാറാക്കിയെടുത്തു. അങ്ങനെ വുളൂ എടുത്ത് സുമ്മ അത്തൽ മസ്ജിദ, പിന്നെ പള്ളിയിലേക്ക് വന്നാൽ ഫഹുവ സായിറുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ വിസിറ്ററാണ്, അള്ളാഹുവിനെ സന്ദർശിക്കാൻ വന്ന ആളാണ്. ഇങ്ങനെ വന്ന ആൾ വഹഖുൻ അലൽ മസൂർ, ആരെയാണോ സന്ദർശിക്കപ്പെടുന്നത് ആ ഹോസ്റ്റ്, അവിടെ സ്വീകരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് അൻ യുക്രിമ സായിറ, തന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ സൽക്കരിക്കൽ നിർബന്ധാണല്ലോ. ഇനി പറയണോ? അപ്പൊ അള്ളാഹു എത്രയാണ് നമുക്ക് കൂലി തരിക? അതിന് വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് വരലിന്റെ കൂലിയാണ് പറഞ്ഞത്. മൻ തതഹറ ഫീ ബൈതിഹി, വേറെയും ഹദീസിലുണ്ട്, കാനത് ഖത്വതാ ഇഹ്ദാഹുമാ തഹത്തു ഖതീഅ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വുളു എടുത്ത് വരുന്ന ആളുകൾ ഒരു കാല് ചവിട്ടുമ്പോൾ ഒരു കുറ്റമങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. വൽ ഉഖറാ തർഫഉ ദറജ, മറ്റൊരു കാൽവെപ്പിലൂടെ ഒരു അടി അല്ലാഹു ഉയർത്തി കൊടുക്കുന്നു. ഇത് പള്ളിയിലേക്ക് വരുന്നതിന്റെ കൂലിയാണ്. അല്ലാഹു തആല പറയും, അബ്ദീ സാറനി, എന്റെ അടിമ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. വഅലയ്യ ഖിറാഹ്, അവന് കൊടുക്കേണ്ട ഭക്ഷണം എന്റെ ബാധ്യതയാണ്. വലൻ യർളല്ലാഹു തആല ലിവലിയിഹി ബിഖിറൻ ദൂനൽ ജന്നഹ്, സ്വർഗ്ഗത്തിലും കുറഞ്ഞ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആതിഥേയത്വം അല്ലാഹു അവന്റെ അതിഥികൾക്ക് കൊടുക്കൂല. പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൂലി കിട്ടുന്നുണ്ട്. നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് മാത്രം വിചാരിച്ചടങ്ങാറാവരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടി ഇതൊക്കെ സ്വീകരിച്ചു കിട്ടിയാൽ നമ്മൾ അറിയാതെ വലിയ വലിയ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇഖ്ലാസും നമ്മുടെ ഒരു മനസ്സാന്നിധ്യം കൂടെ ഉണ്ടായാൽ സംഗതി വണ്ടർഫുൾ. അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഉലമാ ഒരു ഹദീസ് കൂടെ പറയാൻ, സുബ്ഹാനല്ലാഹ്, കുല്ലി കമാ ഉരീദ് അകുല്ലക കമാ തുരീദ്. പള്ളിക്ക് വന്നാൽ അല്ലാഹു തആല സ്വർഗ്ഗം എന്ന ഒരു ആതിഥേയത്വമാ നൽകുന്നത്. അല്ലാഹു തആല പറയാണ്, ഇത് നവാദിറുൽ ഉസൂലിൽ തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹു പറയാ, കുല്ലി കമാ ഉരീദ്, ഞാൻ എങ്ങനെയാണോ നീ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നീ ആവ്. സുബ്ഹാനല്ലാഹ്, അകുല്ലക കമാ തുരീദ്, നീ എന്നെ പറ്റി എങ്ങനെ ആവണം എന്നാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിത്തരാം. എങ്ങനെ? ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യേ, അപ്പോ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തരാം. അല്ലാഹു തആല പറയാണ്, യാ അല്ലാഹ് വലാ തുഅലിംനി ബിമാ യുസ്ലിഹുക,
നിനക്ക് ഏതാണ് ആവശ്യമെന്ന് നീ എന്നോട് തെളിയിച്ചു പറയണ്ട. പടച്ചോനെ, ഇതെനിക്ക് ഖൈറാണ്, ഇതെനിക്ക് സ്വാലിഹാണെന്ന് തോന്നുന്നു, ഇതെനിക്ക് നന്മയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് സാധിപ്പിച്ചുതാ എന്ന് നീ എന്നോട് പറയണ്ട. അൻത തുരീദു വ അന ഉരീദ്. നിനക്ക് ചില തീരുമാനം ആഗ്രഹമുണ്ട്, എനിക്കും ചില ആഗ്രഹവും തീരുമാനമുണ്ട്. ഫഇദാ സല്ലംത ലീ ഫീമാ തുരീദ് കഫൈതുക മാ തുരീദ്. നിന്റെ ആവശ്യം എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്ക്, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ വുളൂ ചെയ്തു വന്നാൽ തരാന്ന് പറഞ്ഞ കൂലിയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റു വിഷയങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരും. ഉലമാ പറയാണ്, പള്ളികൾ എന്ന് പറഞ്ഞത് മജാലിസുൽ കിറാം, ബഹുമാനികളായ ആളുകൾ ഇരിക്കുന്ന മജ്ലിസാണ്. ചില സ്വഹാബികളൊക്കെ വസിയത്ത് ചെയ്യാറുണ്ട്, അലൈക ബിൽ മസാജിദി ഫൽസംഹ. പള്ളിയിൽ പോയിട്ട് ഇരിക്കി, ഒരുപാട് നേരം അവിടെ ചെലവഴിക്ക്. ഫഇന്നഹു ഖദ് ബലഗനി അന്നഹാ കാനത് മജാലിസുൽ അംബിയാ. അത് അംബിയാഇന്റെ മജ്ലിസുകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് സ്വഹാബത്ത് അവരുടെ മക്കളോട് പറയും. അല്ലാഹ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, കൂനു ഫിദ് ദുനിയ അദ്യാഫ. ദുനിയാവിൽ നിങ്ങൾ ലൈഫുകളാണ്, ഗസ്റ്റുകളാണ്. നമ്മളൊക്കെ ഗസ്റ്റാണ്. വത്തഖിദുൽ മസാജിദ ബുയൂത. പള്ളികൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കുക. വഅവ്വിദു ഖുലൂബക്കും അർറിഖ. ഹൃദയത്തിൽ എപ്പോഴും ലോലത, ഹൃദയത്തിൽ നൈർമല്യം, എപ്പോഴും ഹൃദയം ലോലമാണ്, കഠിനമല്ല. ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ദേഷ്യമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. ധാരാളം ചിന്തിക്കുകയും കുറെ നേരം കരയുകയും ചെയ്യണം. നമ്മൾ കരയുന്നില്ല, ചിരിക്കാന മനുഷ്യന്മാരിയ്ക്കുന്നത്. കരയണത് സീരിയലിലെ നടന്മാർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവരാരാ കരയുന്നത്? നമ്മൾ കരയുന്നുണ്ടോ? അക്സിറുൽ ബുഖാ, കരച്ചിൽ സത്യത്തിൽ ഇറ്റ്സ് ആൻ ക്ലീൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാണെന്നാ കരയുന്നതോ. എന്തിനു കരയണം? ദുനിയാവിന്റെ ഒരു വിഷയത്തിനല്ല, അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. എന്താ നമ്മുടെ അവസ്ഥ? എന്താ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അവസ്ഥ? എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ? ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് എന്ത് നന്മയാ നമ്മൾ ഉണ്ടാക്കിയത്? 24 മണിക്കൂർ ഇതാ ഇന്നലത്തെ ഈ സമയമാകുമ്പോ ഈ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ദുനിയാവുക്ക് എന്ത് ചെയ്തു? ആഖിറത്തിലേക്ക് ഏതാണ് കൂടുതൽ ചെയ്തത്? പള്ളി സന്ദർശിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ലോലത ഉണ്ടാവണം എന്നാണ് അതിനർത്ഥം. ഒരു ഹദീസിന്റെ വഴിയെ പറയാൻ പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്വഹാബി ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണുന്ന ആഗ്രഹമുണ്ടോ? ദാ ആ സ്വഹാബിയിലേക്ക് നോക്കിക്കോളൂ. സ്വഹാബത്ത് പിന്നാലെ കൂടിയില്ലേ? ഒരു സ്വഹാബി ചില ട്രിക്ക് പ്രയോഗിച്ചിട്ട് അയാളുടെ കൂടെ ഒന്ന് താമസിക്കാൻ, വീട്ടിലൊന്ന് താമസിക്കാൻ പറ്റുമോ എന്ന് നോക്കി. വാപ്പന്നെ പുറത്താക്കിയിട്ടുണ്ട്, ഇന്നൊന്ന് തങ്ങാൻ സമ്മതിക്കുമോ? എന്താ നിന്നത്? സ്വർഗത്തിലേക്ക് പോകുന്ന ഈ സ്വഹാബിക്ക് രാത്രി നേരത്തെ നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണ്, തഹജ്ജുദ് എത്രയാണെന്ന് നോക്കാനാണ്. കാര്യമായിട്ടൊന്നും കാണില്ല. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചു, ഫജറിന്റെ സുന്നത്ത് നിസ്കരിച്ചു, ഫർളുകളും റവാത്തിബൊക്കെ ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് തഹജ്ജുദിന്റെ കാര്യമായ നിസ്കാരങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു, ബാക്കിയൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം നിന്നു. ഇന്നലെ ഇപ്പൊ ക്ഷീണായിട്ടായിരിക്കും, ഇന്നെന്താന്ന് നോക്കുക. രണ്ടാമത്തെ ദിവസം സംഗതി വളരെ നോർമലാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതിന്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാരും ചെയ്യാത്ത എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പറഞ്ഞു തരീൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ നിസ്കാരമോ കുറെ നോമ്പോ ഒന്നും ഇല്ല, ഇബാദത്ത് കുറവാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ലൈസ ഫീ ഖൽബി ഗില്ലുൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യവും ഇല്ല. വളരെ പ്ലെയിനാണ് എൻ്റെ ഹൃദയം, അതിൽ ആരോടും ഒരു വെറുപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ഹുവദാക്, ആ പറഞ്ഞു തന്നെ സ്വർഗത്തിലേക്ക് പോകാനുണ്ടായ കാരണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിക മറ്റൊരു സ്വഹാബിണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അയഅജിസു അഹദുക്കും അൻ യകൂന മിത്ല അബീ ളംളം, അബൂ ളംളം എന്ന സ്വഹാബിയെ പോലെ ആകാൻ നിങ്ങൾക്കൊക്കെ എന്താ പ്രയാസം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂ ളംളം എന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്താണ്? എന്ന് രാവിലെ അദ്ദേഹം പുറത്തു വന്നിട്ട് പറയും, അല്ലാഹുമ്മ തസദ്ദഖ്തു ബിഇർളി അലന്നാസ്, പടച്ചോനെ എന്റെ അഭിമാനം ഞാൻ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്തു പടച്ചോനെ. ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, അദ്ദേഹത്തിന് ഗീബത്ത് പറയുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. രണ്ട് ഉലമാ അതിൽ മനസ്സിലാക്കുന്ന ഇസ്തിംബാത്ത് ചെയ്യുന്ന മാനുണ്ട്.
കഴിഞ്ഞു പോയതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. വരാൻ പോകുന്നത് ഞാൻ പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് വേണ്ടതൊക്കെ എന്നെ പറ്റി പറഞ്ഞോട്ടെ എന്നതിനർത്ഥം കൊടുക്കരുത്. അതിനർത്ഥം ആൾക്കാർ ഗീബത്ത് പറയാൻ പ്രോത്സാഹിപ്പിക്കലാണ്. അതല്ല എന്റെ ഉദ്ദേശം. തസദ്ദഖ്തു ബിഅർളി അലന്നാസ്, ആരൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ടോ ഞാൻ അവർക്കൊക്കെ മാപ്പാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മനസ്സിലൊന്നുമില്ല. നമുക്ക് മനുഷ്യന് റിവെഞ്ച് ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു മൃഗീയമായ ചില സ്വഭാവങ്ങൾപ്പെട്ടതാ. പ്രതികാരം ചെയ്യാൻ തോന്നാണ്. റിഖത്ത് വേണം, അത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാകും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹദീത്തിൽ വന്നിട്ടുണ്ട്, തഫ്സീർ ഖുർത്തുബി, ഇമാം ഖുർത്തുബി തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, ഔഹല്ലാഹു ഇലയ്യ യാ അഖൽ മുൻദിരീൻ യാ അഖൽ മുർസലീൻ, മുർസലീങ്ങളുടെ സഹോദര അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് വിളിക്കാൻ, അൻദിർ ഖൗമക് അല്ലാ യദ്ഖുലൂ ബൈതൻ മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമ. പള്ളിയിലേക്ക് കയറുന്ന ചില ആദാബുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ. പള്ളിയിലേക്ക് കയറുമ്പോഴേക്കും ഹൃദയം ക്ലീൻ ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ആരോടും ഒരു വെറുപ്പോ ഒരു പകയോ ഒരു അസൂയയോ ഒന്നും ഹൃദയത്തിലില്ല. എന്റെ വീട്ടിലേക്ക് ആര് വരികയാണെങ്കിലും ബിഖുലൂബിൻ സലീമ, he should come with sound hearts, നല്ല ആരോഗ്യമുള്ള കൽബുമായിട്ട് വന്നാൽ മതി. വഅൽസുനിൻ സാദിഖ, സത്യം പറയുന്ന നാവുമായിട്ട് വന്നാൽ മതി. അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോവാണ്. വഅയ്ദിൻ നഖിയ്യ, കറപുരളാത്ത കൈയുമായി വന്നാൽ മതി. വഫുറൂജിൻ താഹിറ, ശുദ്ധിയുള്ള ഗുഹ്യസ്ഥാനങ്ങളുമായിട്ട് വ്യഭിചരിക്കാത്തവരായിട്ട് വന്നാൽ മതി. അല്ലാ യദ്ഖുലൂ ബൈതൻ മിൻ ബുയൂതി വലി അഹദിൻ മിൻ ഇബാദി ഇൻദ അഹദിൻ മിൻഹും ദുലാമ. പള്ളിയിലേക്ക് വരുമ്പോ ഏതെങ്കിലും ഒരാളോട് ദുൽമ ചെയ്തിട്ട്, അയാളുടെ ദുൽമ, ആ ഒരു മനുഷ്യനോട് അക്രമം ചെയ്തിട്ട് ആ മനുഷ്യന്റെ ഹക്ക് പിടിച്ചെടുത്തിട്ട് എന്റെ മുമ്പിലേക്ക് വരണ്ട എന്ന് പറഞ്ഞേക്കണം നബിയെ ഉമ്മത്തികളോടെന്ന് അല്ലാഹു ജല്ല ജലാലുഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നൊക്കെ ആകെ മനുഷ്യന്മാര് ആകെ ചിന്തിക്കുന്നത് എന്റെ പേരിൽ എന്തെങ്കിലും കിട്ടുമെന്നാണ് അല്ലേ. അത് ഉമ്മയായാലും വാപ്പയായാലും അവരോടൊക്കെ ഉള്ള പ്രശ്നം അതാണ്. എനിക്ക് എന്റെ പേരിൽ ആധാരം തന്നില്ലല്ലോ, മറ്റാക്ക് കൊടുത്തല്ലോ, ഇവന് കൊടുത്തല്ലോ, എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? ഇങ്ങനെ മനുഷ്യൻ ദുന്യാവുമായിട്ടുണ്ട് ഖൽബുക്കണ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ജ്യേഷ്ഠൻ വേണ്ട, അനുജൻ വേണ്ട, തെറ്റിപ്പിണങ്ങി നടക്കുക. എന്തേ? 2 സെന്റ് ഭൂമിന്റെ വിഷയം, ഒരു 10 സെന്റ്, ഒരു ഏക്കർ ആയിക്കോട്ടെ. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കൂലല്ലോ. അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ വാപ്പാക്കുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ഒന്ന് പരാതി പറഞ്ഞതാ, നബിയെ എന്റെ വാപ്പന്റെ പോക്കറ്റിൽ നിർത്ത് കൊണ്ടുകൊണ്ട് നബിയെ, എന്നോട് ചോദിക്കാതെ. നബി ഞങ്ങൾ വാപ്പാനോടൊന്ന് പറയണം കേട്ടോ, മകന്റെ പൈസ എടുക്കരുത്, അങ്ങനെ പറയാൻ വേണ്ടി വന്നതാ. നമുക്ക് സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ലേ? വാപ്പ ചോദിക്കാതെ മകന്റെ അടുത്ത് എടുക്കുന്നുണ്ട്, അതാണ് ഇപ്പൊ പ്രശ്നം. സ്വഹീഹായ ഹദീസ്. നബിയെ വാപ്പാനോട് പറയണം, മോശല്ലേ മകന്റെ സമ്പത്ത് വാപ്പ അങ്ങനെ എടുത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ. വാപ്പ ഒരു തെറ്റിന് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. വാപ്പ ഒരു തിന്മ ചെയ്യാനായി കൊണ്ടുപോകണത് അല്ല, വാപ്പാക്ക് വാപ്പാന്റെ ആവശ്യത്തിനാണ്. വാപ്പ മകന്റെ നിലെടുക്കുന്നത് മോഷണമാണോ? എന്താ ശറഈന്റെ കാഴ്ചപ്പാട്? അൻത വമാലുക ലിഅബീക്, അവിടെ പറഞ്ഞ ഹദീസാണ്. നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. കഴിഞ്ഞു, മറുപടി കഴിഞ്ഞു. നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഫിഖഹിന്റെ ഉലമാ പറയുന്നത്, മകനിൽ നിന്ന് വാപ്പ കടം വാങ്ങിയാൽ വാപ്പ നിർബന്ധമായിട്ടും തിരിച്ചു കൊടുക്കണം എന്ന് ശറഅ് പറയണില്ല. പക്ഷേ വാപ്പയിൽ നിന്ന് മകൻ വാങ്ങിയാൽ മകൻ കൽ അജാനിബി, വാപ്പ ഒരു അന്യ ആളെ സങ്കല്പിച്ചാൽ അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കോ അതേപോലെ തിരിച്ചു കൊടുക്കണം എന്നാണ്. നമ്മൾ ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണത്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലേ മിനിമം. അതുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുമ്പോ പറയാണ്, ഒരാളോടും ദുൽമ ചെയ്തിട്ട് വരണ്ട. റെക്കോർഡുകൾ മാറ്റി തിരുത്തിയിട്ട് ഉറങ്ങിക്കിടക്കണ വാപ്പാന്റെ വിരലെടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്യിപ്പിച്ചിട്ട് ആധാരം മാറ്റിമറിച്ചിട്ട് ഇതാ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പള്ളിക്ക് വരണ്ട. അതിന്റെ അർത്ഥം എന്നാ ഞാൻ പള്ളി പോണില്ല എന്ന് പറയണോ? അള്ളാഹിനെ പേടിച്ചിട്ട് ഞാൻ പള്ളിക്ക് വരുന്നില്ല എന്ന് പറയാം, അതല്ല. നന്നാവാനാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇതൊക്കെ തിരുത്തണം. വലിയൊരു മഹാസന്നിധാനത്തിലേക്ക് പോവാണ് നീ. അപ്പോ അള്ളാഹുവിന്റെ ജലാലിയത്തും നൂറുമുള്ള ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. ആ ഒരു പ്രകാശം നിന്റെ ഹൃദയത്തിൽ വേണ്ടേ? നീ ആളുകൾ ആക്രമിച്ചിട്ട് വരികയാണ്,
അല്ലെ? കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുകയാണ്, തിരിച്ചു കൊടുക്കാതെ നടക്കുകയാണ്. ഹറാമല്ലേ, കുറ്റകരമല്ലേ? മത്വലുൽ ഗനിയ്യു ദുൽമുൻ. അല്ലെ? കടം വാങ്ങി തിരിച്ചു അടക്കാൻ കഴിവുണ്ടായിട്ടത് തിരിച്ചടക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ദുൽമുൻ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമു ചെയ്തിട്ട് പള്ളിക്ക് വരല്ല. അതിനർത്ഥം ഇതൊക്കെ വീട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി വിഷയങ്ങളൊന്നും ഇല്ല. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഒരു സ്വഹാബി പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അയാൾ നിസ്കരിക്കുന്നത് നീ കണ്ടോ? ആ കണ്ടു. ഹൽ തഅരിഫുഹു, ആ ആളെ നീ അറിയോ? നഅം, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു. നഅം യാ അമീറൽ മുഅ്മിനീൻ അരിഫുഹു, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹൽ സാഫർത മഅഹ്, അയാളോട് കൂടെ നീ യാത്ര പോയോ? ഖാല ലാ, ഇല്ല, യാത്ര പോയിട്ടൊന്നുമില്ല. ഹൽ ജാവർതഹു, അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല, അങ്ങനെയില്ല. ഹൽ ഹക്കക്തഹു ബിദ്ദിർഹമി വദ്ദീനാർ, ദിർഹമും ദീനാറും കൊടുത്തിട്ട് അവനൊന്ന് ചൊറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് നീ ഇവനുമായിട്ട് നടത്തി നോക്കിയിട്ടുണ്ടോ? ഖാല ലാ ലഅല്ലക റഅയ്തഹു ഫിൽ മസ്ജിദി യുസല്ലി ഫഇന്നക ലാ തഅരിഫ്, ഇയോ നിസ്കരിക്കണത് കണ്ടിട്ടുള്ളൂ, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിന്റെ വിഷയം ചെറുതായി കാണിക്കല്ല, മുഅ്മിനീങ്ങളോടുള്ള ഹക്കിടപാടുകൾ അതിലും വലുതാണെന്ന് പഠിപ്പിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. യാത്ര പോകുന്നത് ഭയങ്കര സംഭവമാണ്. കുറച്ചു നേരമൊക്കെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒറിജിനൽ സ്വഭാവം ആയിരിക്കണം എന്നില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതൊരു വേദിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്, കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ തനിനിറം പുറത്തു വരില്ല. എപ്പോഴാ? ഒരു ഉംറക്ക് ബസ്സിൽ പോകണം, ഫ്ലൈറ്റ് പോയാലൊന്നും അത് ശരിക്കണ പുറത്തു വരൂല. 2 ദിവസം ഉറക്കൊഴിക്കുമ്പോ, ഊരവേദനയൊക്കെ തുടങ്ങുമ്പോ, അല്ലെ, എവിടെയെങ്കിലും ഡെസേർട്ടിൽ കൊണ്ട് വല്ല പമ്പിലൊക്കെ ചെന്ന് നിർത്തുമ്പോ തനി സ്വഭാവം ഇങ്ങനെ വരും. നമ്മുടെ ദേഷ്യം, നമ്മുടെ എന്തൊക്കെ, ഞാനൊന്നും പറയണില്ല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയണത്. ആ വരുന്നതാണ് ഒറിജിനൽ സ്വഭാവം. അതാണ് കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നന്നായി പെരുമാറുന്ന മനുഷ്യനാണ് സൽസ്വഭാവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതാണ്. കാരണം ഭാര്യന്റെ അടുത്ത് ഇപ്പൊ എന്താ പേടിക്കാൻ? കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ആരെ പേടിക്കാൻ? അവിടെ ആരുമില്ല. നിന്റെ വീട്, നിന്റെ കുട്ടികൾ, നിന്റെ മക്കള്. ജനങ്ങളുടെ ഇടയിൽ കുറെ പിടിച്ചു നിൽക്കും നമ്മള്. അവരുടെ അടുത്ത് പിടിച്ചിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് നീ നല്ല സ്വഭാവമാണോ, നിന്നിൽ സൽസ്വഭാവമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന ഖൈറുക്കും ലിഅഹ്ലി, എൻ്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാത്ര പോയാൽ തനി സ്വഭാവം പുറത്തു വരും. യാത്ര പോയിട്ടൊന്നുമില്ല, നമ്മൾ ആളെ കണ്ടു, പരിചയപ്പെട്ടു, മാഷാ അല്ലാഹ്, നമ്മൾ ക്ലാസ്സിന് കാണുന്നുണ്ട്, റാഹത്താണ്. പക്ഷെ ആയിട്ടില്ല, അയാളെ ജഡ്ജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ആളെ പറ്റി മോശം വിചാരിക്കണം എന്നല്ല പറഞ്ഞത്. ഒരാളെ പറ്റി അയാളെ പറ്റി എനിക്ക് അയാളെ അറിയാം എന്ന് പറയാനായിട്ടില്ല. പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? സ്വഭാവം, ദുഷിച്ച സ്വഭാവം അപ്പോഴാ പുറത്തു വരിക. എന്താണ് അതിന്റെ ആക്യുറസി? സമ്പത്ത് ചെലവാക്കുന്നതിലോ, പൈസയുടെ ബാക്കി റിട്ടേൺ ചെയ്യുന്നതിലോ, കണക്ക് കൃത്യാക്കുന്നതോ, ഇതൊക്കെ മനുഷ്യന്റെ സൽസ്വഭാവം അവിടൊക്കെ വെളിവാവുള്ളൂ. പള്ളിയിൽ നിസ്കരിച്ചിട്ട് നീ റഅയ്തഹു യുസല്ലി, നിസ്കരിക്കുന്നത് നീ കണ്ടിട്ടുള്ളൂ, ഇന്നക ലാ തഅരിഫുഹു, നിനക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പള്ളിയിലേക്ക് അല്ലാഹു തആല പറയുന്നു തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കണം, എന്റെ പള്ളിയിലേക്ക് വരുമ്പോ നാവ് സത്യം പറയുന്ന നാവുമായിട്ട്, ശുദ്ധിയുള്ള ഹൃദയവുമായി, മോഷണം ചെയ്യാത്ത കയ്യുമായി, വ്യഭിചരിക്കാത്ത ഗുഹ്യസ്ഥാനങ്ങളുമായിട്ട് എന്റെ പള്ളിയിലേക്ക് വരാവൂ. വരുമ്പോൾ ഒരാളോടും ദുൽമ ചെയ്യല്ല, ഒരാളോടും അക്രമം ചെയ്യല്ല. നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സഹോദരന്റെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ ഇതൊക്കെ ഭയങ്കരമായ വിഷയങ്ങളാണ്. ദുൽമ ചെയ്യരുത്. മഈശത്ത്, ഒരു മനുഷ്യന്റെ മആശ് നഷ്ടപ്പെടാൻ നമ്മുടെ ഒരു പ്രവർത്തനം കാരണമാകരുത്. ദുൽമ ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. മറ്റു പല വിഷയങ്ങൾ അതിന്റെ കൂട്ടത്തിലേക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്താൽ ഇന്നി അൽഅനഹു മാദാമ ഖായിമൻ ബൈന യദയ്യ, എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമത്രയും ഞാൻ അവനെ ശപിക്കുമെന്ന് പറയണം നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പറയാണ്, ഈ മനുഷ്യനെ ഞാൻ ശപിക്കും. ഹത്താ യറുദ്ദ തിൽകൽ ദുലാമത ഇലാ അഹ്ലിഹാ, ആ ആക്രമിച്ചു കൊണ്ടുവന്ന സാധനം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് എന്റെ ശാപം അയാളിൽ ഉണ്ടാകും. സ്ത്രീധനൊക്കെ ചോദിച്ചു വാങ്ങിയിട്ട്
പച്ച പാവമായ പെണ്ണിന്റെ വാപ്പയോട് എനിക്കിത് വേണമെന്ന് പറയാ, അത് വാങ്ങിപ്പിച്ചു കൊടുക്കാൻ ചില അമ്മാവന്മാരും. ഇത് ദുൽമാണ്. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാളുടെ തൃപ്തിയില്ലാതെ എടുക്കാൻ പാടില്ല. നമുക്കറിയുന്ന ഹദീസല്ലേ. പൊരുത്തപ്പെട്ട അവൻ എന്റെ മരുമകന് കൊടുക്കാൻ ഒരു പുതിയാപ്പണ്ട അമ്മോശം കൊടുക്കാൻ ഹലാലാണ്, അത് ജായിസാണ്, കുഴപ്പമില്ല. പൊരുത്തുണ്ടാവില്ല. എങ്ങനെയാ ഒരു മനുഷ്യൻ സ്വന്തം പോരൊക്കെ വിറ്റിട്ട് ഏത് പെണ്ണിന്റെ ഉപ്പാക്കാണത് സന്തോഷം ഉണ്ടാവുക? വസ്തുവായിട്ടും തിരുവനന്തപുരം ഭാഗത്തൊക്കെ വസ്തു വേണമെന്നാ പറയാ അല്ലെ, സെന്റ് സ്ഥലം വേണമെന്നാണ് പറയുന്നത്. 1/2 ഏക്കറൊന്നും പോരപ്പോ. ഇത് ദുൽമാൻ. അത് തിരിച്ചേൽപ്പിക്കും. ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാൻ, ഒരു കുടുംബത്തെ എന്നേക്കും കടക്കാരാക്കി മാറ്റാൻ. എന്തിന്റെ പേരിൽ? നിക്കാഹ് കൊടുത്ത്, അള്ളാഹു സ്വർണം കൊടുത്ത്, വിലമതിക്കുന്ന എന്തെങ്കിലും കൊടുത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ വലിയൊരു ഇബാദത്തിന് ആ പെണ്ണിന്റെ വാപ്പാന്റെ തലയിലേക്ക് ഒരുപാട് ദുൽമിന്റെ ഭാരം നമ്മൾ ചെയ്തു വെക്കുക. എന്നിട്ട് നമ്മൾ ഉഷാറായിട്ട് നടക്കുക. തിരിച്ചു കൊടുക്കണം മുഅ്മിനീങ്ങളെ. ദുൽമാണ്, ദുലാമത്താണ്. നമുക്കിതൊന്നും ബാധകല്ല എന്ന് വിചാരിക്കല്ലിൻ. ദുൽമുകളാണ്. അക്രമം എന്നത് ആഖിറത്തിലേക്ക് വരുമ്പോ ഇരുട്ടുകളുടെ കട്ടികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമുക്ക് വെളിച്ചം വേണ്ടേ? ചിന്തിക്കുന്ന അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും നീ ആക്രമിച്ചാൽ ഫഅകൂനു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കാത് ഞാൻ ആയിക്കൊള്ളും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, ആ പാവത്തിന്റെ കണ്ണിന് ഞാൻ ശക്തി കൊടുക്കും. മിൻ ഔലിയായി, അവൻ എന്റെ ഇഷ്ടപ്പെട്ട ആളാണ്, ആര് ആക്രമിക്കപ്പെട്ട ആൾ. വഅസ്ഫിയായി വയകൂനു ജാരി മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. സുബ്ഹാനല്ലാഹ്. അപ്പോ പള്ളിയിലേക്ക് വരുമ്പോൾ അങ്ങനെയായിരിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയം പോലും ശുദ്ധിയാവണം എന്നാണ് നമ്മുടെ മസ്അല. ഫിഖ്ഹിന്റെ മസ്അലയിൽ കൂടെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തസൗഫിന്റെ ചില റുതുബയിലേക്ക് നമുക്ക് ഉയരണം. ഏറ്റവും പരിപൂർത്തിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് സഹായകമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ കാല് കഴുകി വന്നാ പോരെ, മതി. ഒളു കൊടുത്ത് വന്നാ പോരെ, മതി. പക്ഷേ മനസ്സ് ശുദ്ധിയാവണം. ഇത് ഫിഖ്ഹ് പറയൂല. അത് കർമ്മശാസ്ത്രത്തിന്റെ ചർച്ചാ വിഷയമല്ല. അത് ഇഹ്സാനിന്റെ വിഷയമാണ്. തസൗഫിന്റെ മദ്ഹബാണ് പറയുന്നത്. അതിന്റെ ഉലമാ ആണ് പറഞ്ഞുതരാ. ഈ ഹദീസുകളാണ് അതിനൊക്കെ തെളിവ്. ഈ പറഞ്ഞ ഹദീസുകൾ നോക്കൂ. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന്റെ അഹങ്കാരം, അതുപോലെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കണം എന്നാണ്. ഞാൻ ഒരാളെക്കാളും ഉഷാറാണ് എന്ന് വിചാരിക്കുന്നത് അഹങ്കാരാണ് എന്നല്ലേ? ഞാൻ വിനീതമായി പറയാണ്, അഭ്യർത്ഥിക്കുകയാണ് എന്നൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ പറയും. ഞാൻ വിനീതമായിട്ട് പറയാം, അല്ലെ പറയുന്ന ആള്, സംസാരിക്കുന്ന ആള് അത് അറിയാതെ പറയാൻ കേട്ടോ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്ന ഉലമാ പറയാണ്, ഈ വിനീതൻ എന്ന് പറഞ്ഞാണ്ട് പറയുന്ന ആള്, അയാളൊരു വിനീതൻ, ഈ വിനീതൻ ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാളൊരു വിനീതനല്ലാത്ത ഒരാളാണ് നിങ്ങൾ മുമ്പിൽ വിനീതനാക്കി പറയാണ് എന്നതിനർത്ഥം. അതിന്റെ വിപരീതമാണ് എന്നൊരർത്ഥം അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നാ. ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലാതെ അഭ്യർത്ഥിക്കാൻ കരയാഞ്ഞിട്ടല്ല. നിങ്ങൾ ആഴത്ത് ചിന്തിക്കുന്നുണ്ടോന്നറിയാം. ഇതാണ് അതിന്റെ ഉൾസാരം. അതുപോലും അഹങ്കാരത്തിന്റെ ഒരു സ്വരാണ് എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉറുമ്പരിക്കണ പോലെ കാണൂല എന്ന ഈ അഹങ്കാരം ഹൃദയത്തിലേക്ക് വരുന്നത്. അള്ളാഹു നമ്മെ ശുദ്ധിയാക്കി തരുമാറാകട്ടെ. മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ, മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ദർസ് നടത്തുകയാണ്. ലോകം കണ്ട മുഹദ്ദിസ്, ലാ യുഫ്താ മാലികും ഫിൽ മദീന, മാലിക് തങ്ങൾ മദീനയിൽ ഉണ്ടെങ്കിൽ ലോകത്ത് ഒരാളും ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന ഇസ്ലാമിക ലോകത്തിന്റെ അങ്ങനത്തെ ഇമാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100ഓളം സ്വഹാബികളെ കണ്ടിട്ടുള്ള ഇമാം, മാലികി മദ്ഹബിന്റെ ഇമാം, മഹാനായ ഇമാം ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹാറൂൻ റഷീദ് അന്നത്തെ ഖലീഫയാണ്. അദ്ദേഹം ഇമാം അവർകളോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ അയച്ചിട്ട് എഴുത്തു മുഖാന്തരം അയച്ചതാണ്, നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് വന്ന് എനിക്ക് കുറച്ച് ഹദീസ് ക്ലാസ്സൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്ക് ലേശം ഇൽമ പഠിക്കാൻ താല്പര്യമുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, നിങ്ങൾ എന്റെ പുരക്കൊന്ന് വരുമോ, എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് വരുമോ എന്ന്. വിളിച്ചാ ചാടാൻ നിൽക്കുക നമ്മളൊക്കെ. അങ്ങനൊരു അല്ലേ, അങ്ങനെ ഒരു ഖലീഫിന്റെ ഒരു ഭരണാധികാരിയുടെ വീട്ടിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ എന്താണ് ഇമാമുമാർ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ടവർ ശഫവിയ്യൻ ഒരു ഓറൽ മറുപടി പറഞ്ഞു വിട്ടു ആണ്. എന്താ പറഞ്ഞത്? അൽ ഇൽമു യുഅ്താ വലാ യഅതി. ഇൽമ് അതിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാണ് വേണ്ടത്, ഇൽമ് ഇങ്ങോട്ട് വരൂല. സുബ്ഹാനല്ലാഹ്. ഇൽമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം, ഇൽമ് ഇങ്ങോട്ട് വരില്ല.
ഖലീഫ ഹാറൂൻ റഷീദ് നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വരുന്നു, ഞാൻ വരാം, ഞാൻ പള്ളിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മറുപടി, ഓക്കെ, പള്ളിയിലേക്ക് വരാം. മാലിക് റളിയല്ലാഹു അൻഹു അടുത്ത മറുപടി, പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഇത് പള്ളിയാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, പരിശുദ്ധമായ ഒരു ഭവനത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇദാ അതൈതൽ മസ്ജിദ ഫലാ അസ്മഹു ലക ബിതഖത്തി റിഖാബിൻ നാസ്, ജനങ്ങൾ എന്റെ സദസ്സിലിരിക്കുന്ന മജ്ലിസിലുള്ള ആളുകൾ അവരിയ്ക്കുമ്പോ പള്ളിയിലേക്ക് വരുമ്പോ കാൽ തോളിലൂടെ ചവിട്ടിയിട്ട് വരരുത് കേട്ടോ എന്ന് മാലിക് റളിയല്ലാഹു തആല മറുപടി പറഞ്ഞയച്ചു. പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഫലാ അസ്മഹു ലക, എന്താണ് ആ പ്രയോഗം? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ ഖലീഫയാണ്, വലിയ ആളാണ്, ഇതൊന്നും പറഞ്ഞേക്കരുത്. മുഅ്മിനീങ്ങളായ ആളുകൾ ഇരിക്കുമ്പോ അവരുടെ തോളിലൂടെ ചവിട്ടി കടന്നു പോകരുത്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ അദബിൽ പറഞ്ഞതാണത്. തോൾ കുടങ്ങനെ ചവിട്ടിപ്പോകും ആൾക്കാർ. ഓതുന്ന ആൾ കയ്യിൽ മുസാഫ് ഉണ്ടാകും, അദ്ദേഹത്തിന്റെ കാലിലും ഡ്രസ്സിലും ചവിട്ടുന്നുണ്ടാകും. ഇതൊന്നും നോക്കാതെ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, ശരിയാണ്, പക്ഷേ ബുദ്ധിമുട്ടാക്കാതെ മെല്ലെ പോണം. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇഖാമത്തിന്റെ നേരത്തോ വാങ്കിന്റെ നേരത്തോ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാം, ഏറ്റവും നല്ലത് അതാണ്. ഫിഖ് പറയും, നിങ്ങൾ കടന്നേക്കിൻ, മുമ്പിൽ ഒരു ഫുർജത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കാം. പക്ഷെ അതിന്റെ അദബെന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനും പ്രയാസം വരാൻ പാടില്ല, തോളിൽ ചവിട്ടി പോകരുത്. പള്ളിന്റെ അച്ചടക്കത്തിൽ പറഞ്ഞതാ. അവസാനം വരും ജുമാക്ക്, എന്നിട്ട് ഒന്നാമത്തെ സഫിലേക്ക് പോകണം, സലാം വിട്ടി അവൻ ആദ്യം ഇറങ്ങും വേണം. ഇതാണ് ഭയങ്കര തമാശ. സുബ്ഹാനല്ലാഹ്. ഖുത്ബ തുടങ്ങി രണ്ടാം ഖുത്ബന്റെ നേരത്തായിരിക്കും വരിക. അത് ട്രൗസർ കീഞ്ഞ് ചാടിയിട്ടും ചാടാതെയും, ഉറങ്ങുമ്പൊട്ട കുപ്പായായിട്ടും അല്ലാതെയും, വൃത്തി ഉണ്ടായിട്ടും ഇല്ലാതെയും വന്നിരിക്കെ ഒന്നാമത്തെ സഫ് വരെ നടക്കും. ഇമാം ഖതീബ് ഖുത്ബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും ഇയാളെ കാണുകയാണ്. എന്തെങ്കിലും തലയിലെ മുടിയുടെ സ്റ്റൈലോ, അദ്ദേഹത്തിന്റെ ടീഷർട്ട് വന്നാല് പിക്ചറോ, 4 എഴുത്തോ, ട്രൗസറിന്റെ എന്തെങ്കിലും ചില, ഇതൊക്കെ മനുഷ്യന്മാർ ശ്രദ്ധിക്കാൻ, ശ്രദ്ധ പോവാൻ. ഖുതുബ നിർവഹിക്കുമ്പോ ദിക്ർ ചൊല്ലാൻ പാടില്ല എന്നാ, ഖുർആൻ ഓതാൻ പാടില്ല എന്നാ ജുമുഅ ഖുതുബ നടക്കുമ്പോ. നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അത്ര പവിത്രമായ ഒരു ഇബാദത്ത് ചെയ്യുമ്പോ കളങ്കപ്പെടുത്ത അങ്ങനെ നടന്നു ചെന്ന് അവിടെ പോയിരിക്കും. എന്നാ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ചു നേരം ദിക്റും സ്വലാത്തും ദുആവും ഒക്കെ ചൊല്ലിയിട്ട് പോന്നാ പോരാ. ഇല്ല, സലാം വീട്ടിയേക്കോ അയാൾ എഴുന്നേൽക്കൽ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, മസ്ജിദിന്റെ ആദാബുകൾ പാലിക്കണം. മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, എവിടെയും പാടില്ല. ഹറമിൽ ചെന്നാൽ, കഅബാലയത്തിനടുത്ത് ചെന്നാൽ പോലും അൽ ഹജറുൽ അസ്വദ് യമീനുല്ലാഹി ഫീ അർളിഹി, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹജറുൽ അസ്വദ് എന്ന കല്ല് അല്ലാഹുവിന്റെ വലം കൈയാണെന്ന അർത്ഥത്തിലാണ് ഹദീസ്. അള്ളാന്റെ വലം കൈയാണെന്നല്ല പറഞ്ഞതിനർത്ഥം. ഒരു രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നാൽ ആ രാജാവിന്റെ തിരുസന്നിധാനത്തിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയാൽ ആ രാജാവിന്റെ വലത് കൈ ചുംബിക്കാൻ ഒരു അവസരം കൊടുക്കും. അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാന്റെ ഭൂമിയിൽ അതിനൊരു അവസരം കിട്ടുന്നത് ഹജറുൽ അസ്വദ് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ ആണിനെയോ പെണ്ണിനെയോ ഒന്ന് തള്ളിയിട്ടോ ഉന്തിയിട്ടോ ഹജറുൽ അസ്വദിലേക്ക് ചെന്നാൽ ഫഹുവ ഹറാമുൻ ഖത്അൻ, നിസ്സംശയം അച്ചെയ്ത പണി ഹറാമാണ്. വിവരമില്ലാത്ത ഒരുപാട് ആൾ അവിടെ തിരക്കുന്നുണ്ട്, പല രാജ്യക്കാരും. നമ്മൾ തിരക്കാൻ പോവല്ല, സമയല്ലേ. അള്ളാഹുവിനറിയാൻ നമ്മുടെ നിയ്യത്ത്. പടച്ചോനെ, സൗകര്യപ്പെട്ടാലൊന്ന് മുത്തണമെന്ന് കൊതിയുണ്ട് പടച്ചോനെ, പക്ഷെ എനിക്ക് തിരക്കാൻ പറ്റില്ലല്ലോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന കല്ലിലേക്ക് നോക്കിയിട്ട് കൈ ചുംബിക്കാൻ മതി. ആ ചെന്ന് ചുംബിച്ചതിന്റെ കൂലി അള്ളാഹു തരും. തിരക്കാൻ പാടില്ല, ഹറാമാണ് അവിടെ തിരക്കൽ. എവിടെയാണ് ഈ തിരക്കണത്? അള്ളാഹിന്റെ കഅബത്തിന്റെ മുമ്പിൽ. എവിടെയാണത്? മസ്ജിദുൽ ഹറാമിൽ. നമ്മൾ വിചാരിക്കും വലിയ പുണ്യം നമ്മൾ ചെയ്യുന്നത്. അദബ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പള്ളിയുടെ അദബ്? ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പാടില്ല. നടന്നു പോകുമ്പോ മറ്റുള്ളവന്റെ കാലും മേലോ വിരലും മേലോ ചവിട്ടരുത്. ആരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹിന്റെ പള്ളിയിൽ, അള്ളാഹുവിന്റെ ഫീ ബുയൂത്തിൻ, ആ പ്രയോഗം നോക്കണം. എന്താണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ സ്വകാര്യതയുടെ സ്ഥലമാണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ. വീട് നമ്മൾ പറയും, നമ്മൾ മുഴുവൻ സമയം അങ്ങാടിയിലാണോ? അല്ല, കുറെ നേരം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരണം, അല്ലേ? ജോലി സ്ഥലത്താണോ 24 മണിക്കൂറും? അല്ല, നമുക്ക് വീട്ടിലേക്ക് വരണം. എന്താ വീട്ടിലേക്ക് വരുന്നത്? അവിടെ നമുക്ക് സ്വസ്ഥതയുണ്ട്. ഇത് എന്റെ സ്ഥലമാണ്, അവിടെ നിനക്ക് വിശ്രമമുണ്ട്, നാളത്തേക്ക് ഒരുങ്ങാനുള്ള ആശ്വാസം. നോക്കണം, ആ ഒരു സ്വകാര്യത കിട്ടുന്ന വീടിനാണ് ബൈത്ത് എന്ന് പറയാ. അള്ളാഹുവിന്റെ തിരുസന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. ഇത് പൊതുസ്ഥലമായിട്ട് വിചാരിക്കല്ല, എല്ലാവർക്കും വരാം. പക്ഷെ എല്ലാവർക്കും കിട്ടേണ്ട ഒരു സ്വകാര്യത, ഒരു പ്രൈവസി അള്ളാഹുവിന്റെ പള്ളിയിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് അതിന്റെ പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നു ഖലീഫ മൻസൂർ. അദ്ദേഹം വന്നു, ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വരുമ്പോ എവിടെയാണോ അവിടെ നിൽക്കണം. ഇപ്പൊ സദസ്സിലേക്ക് വരുമ്പോഴുള്ള മര്യാദ അതാണ്. നമ്മൾ എവിടെയാണോ ഏറ്റവും അടുത്ത് നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിൽക്കണം. നമ്മൾ ഒന്നാകെ ഇങ്ങോട്ട് കീറി ഇടയിലൂടെ അങ്ങ് വരരുത് എന്നാണ്. പിന്നെ അത് വിളിച്ചുകൊണ്ടുപോവാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറയാൻ. അപ്പം അത് അതിന്റെ അദബാണ്. പള്ളിയിലേക്ക് ചെല്ലുകയാണെങ്കിലും മജ്ലിസ്, എവിടെയാണോ സദസ്സിന്റെ അവസാനം അവിടെ ചെന്നിരിക്കുക. അവസാനം വന്നിട്ട് മുമ്പിലോട്ട് കയറി വരണ്ട. അതതിന്റെ അദബാണ്. വളരെ നിസ്സാരമായി വിചാരിക്കും, പക്ഷെ ഇത് ഭയങ്കര വിഷയങ്ങളാണ്. നോക്കണം, നമ്മുടെ സംഭവം അതല്ല. അദ്ദേഹം വന്നു, ഖലീഫല്ലേ, പള്ളിയിലേക്ക് വന്നപ്പോ ഒരു കസേരട്ട് കൊടുത്തു ഇരിക്കാൻ. ആർക്ക്? ഹാറൂൻ റഷീദിനാണ്. ഹാറൂൻ റഷീദ്, ഖലീഫ ഹാറൂൻ റഷീദ്. അപ്പോ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഖലീഫ പ്രയാസം ഉണ്ടായിട്ട് ഇരിക്കല്ലത്, അത് ആ ഒരു ഖലീഫയാണെന്ന് അറിയപ്പെടാൻ അങ്ങനെ ഉണ്ടല്ലോ ചില നോംസ് ആൻഡ് കസ്റ്റംസ്, അങ്ങനെ ഇരിക്കാൻ ആയിരുത്തം. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മൻ തവാലഅ ലില്ലാഹി റഫഅഹ്. അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും താഴ്മ കാണിച്ചാൽ റഫഅഹു, അല്ലാഹു തആല അയാൾക്ക് ഉയർച്ച കൊടുക്കും. വമൻ തകബ്ബറ വളഅഹ്. ആരെങ്കിലും അഹങ്കാരം കാട്ടിയാൽ വളഅഹു, ആ മനുഷ്യൻ അല്ലാഹു താഴെ ഇറക്കും. ഇതങ്ങ് കേട്ടപ്പോ ഹാറൂൻ റഷീദ് പറഞ്ഞു, ഖുദൂ അന്നി ഹാദാ, കസേരടുത്തേക്ക്. വജലസ അലൽ അർള്, പടിഞ്ഞു നിലത്തിരുന്നു പള്ളിയിൽ. ഹാദാ ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദിനോടുള്ള അദബാണ്. അവർക്ക് അതിലൊന്നും വിഷമം തോന്നിയില്ല. കാരണം ഇൽമാണി പറഞ്ഞു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കാനുള്ള തന്റെ ഉണ്ടായി മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതാണ് മുൻഗാമികളായ അയിമ്മത്തുൽ അർബഅ. അവരൊന്നും ഈ ഭരണാധികാരികൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടില്ല എന്നാണ്. ഇവർക്ക് ഒരു തരം ഇൻഡിപെൻഡൻസ് വേണം. ഉലമാഇനത് വേണം. ഉലമാഇന്റെ നാവ് പിടിച്ചു കെട്ടരുത്. ദീനാണ് പറയുന്നത്, അത് പറയപ്പെടണം. ഉസ്താദ് അത് പറഞ്ഞ ഉസ്താദിനെ പുറത്താക്കുന്നു, ഇത് പറയരുത്, അത് അഹങ്കാരമാണ്. നാട്ടിലെ ഉസ്താദുമാർ പാവപ്പെട്ട ആളുകളാണ്. അവർ ഒരുപക്ഷെ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അവർ ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയിലാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഇനൊക്കെ ഉള്ള പ്രശ്നം അതാണ്. ഷിയാക്കളിൽ ആ പ്രശ്നമില്ല. ഷിയാക്കളുടെ ഇമാമിന് ഖുംസ്, സമ്പത്തിന്റെ 1/5 കച്ചവടക്കാർ കൊണ്ടുപോയി കൊടുക്കും. ആർക്ക്? ഷിയാക്കളുടെ ഇമാമുമാർക്ക്, പള്ളിയിലെ ഇമാമുമാർക്ക് സമ്പത്തിന്റെ 1/5 ഖുംസ് എന്ന് പറഞ്ഞൊരു മസല, അവർക്കായിട്ട് അവരുണ്ടാക്കിയൊരു മസല ഉണ്ട്, ഖുംസ്. നമുക്കങ്ങനൊന്നുമില്ല. നാട്ടുകാർ കൊടുത്തിട്ട് വേണം. അപ്പൊ ഉസ്താദന്മാർക്ക് പറയാൻ ഒരു പ്രയാസം തോന്നും. പഠിച്ചോനെ, ഞാൻ പറഞ്ഞാൽ ഉസ്താദേ അടുത്ത ആഴ്ച നിങ്ങൾ പൊയ്ക്കോളിട്ടോ എന്ന് പറയോ? പേടിയാണ്. അപ്പൊ പല വിഷയം പറയാൻ കഴിയില്ല. നാട്ടിൽ നടക്കുന്ന അരാജകത്വം ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം വരില്ല. അതുണ്ടാവരുത്. ഉലമാ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഉലമാ ഇന്ന് ഒരു തരം അവർ സെൽഫ് സഫിഷ്യൻസി അല്ലേ, നിങ്ങൾ സമ്പത്ത് തന്നിട്ടില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള മഈശത്ത് അല്ലാഹു തരുന്നുണ്ട് എന്ന ആ ഒരു ബോധത്തിൽ കാര്യം പറയണം. ഇൽമ പറയപ്പെടണ്ടേ, സ്വീകരിക്കട്ടെ ഇല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് പ്രശ്നം. ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്, അത് ആർക്കും ഇഷ്ടമല്ല, ആരും അത് ചെയ്യുകയും അരുത്. പക്ഷേ നന്മ പറഞ്ഞു കൊടുക്കാൻ അവസരം വേണം. തിന്മകൾ തിരുത്തപ്പെടണം. ഉലമാ ഇന്ന് അത് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതൊക്കെ ആരോടാ? അന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയോടാ. എന്താ പറഞ്ഞത്? ഹദീസേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് ആയത്താണ്, പള്ളിയോടുള്ള അദബാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ ഒരാൾക്ക് ഇരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കസേര ഇരിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അവിടുത്തെ അത് കഴിയുന്ന ഒരാൾ എന്ത് ചെയ്യരുത്? അവിടെ പടിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് അഹങ്കാരത്തിന്റെ രൂപത്തിലായി പോകും, അതുകൊണ്ട് താഴെ ഇരുന്നേക്കാണ്. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഒരു സദസ്സിൽ വന്ന ഉസ്താദ് ഇരിക്കൂല, സദസ്സിൽ ആ സ്റ്റേജും ഇരിക്കൂല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങേറായിട്ട് ഉസ്താദിന് ഇരിക്കാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഉസ്താദിന് കഴിയില്ല. അത് ശരിക്ക് നമ്മുടെ മുമ്പിലൊക്കെ ജീവിക്കുന്ന ഒരു മുതസവ്വിഫുൻ, ഒരു തസവുഫിന്റെ വലിയൊരു ആലിമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദൊക്കെ. നമുക്ക് പഠിപ്പിച്ചു തരാ എന്താണ് ദീന്. 1000 വാക്കുകൾക്ക് പകരമാണ് അവരുടെ ജീവിതം. അല്ലേനുള്ള ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാരാണ്. അതിപ്പോ നാട്ടിലാണ്, പക്ഷെ ഒരുപാട് കാലം അവിടെയും ഇവിടെ അബുദാബിയിലൊക്കെ ഉസ്താദ് വന്നു പോകാറുണ്ട്. അതൊരു ഭയങ്കര ജീവിതം. അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അല്ലാഹു തആല അല്ലാഹുമ്മ അർജിഫ്ന നിഅമത ബിദവാമിഹാ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പള്ളിയുടെ അദബ് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരുപാട് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
മറ്റൊരു വിഷയമുണ്ട്. പള്ളിയിലൊക്കെ ചില ആളുകൾക്ക് ചില പ്രത്യേക സീറ്റ് ഉണ്ടാവും. നാട്ടിലൊക്കെയാണ് ഇത് ധാരാളം കാണുക. പള്ളിയിലൊക്കെ അല്ലേ, ചില നമ്മുടെ പഴമക്കാരായ ആൾക്കാരെ വാതിലിന്റെ അടുത്തോ ഒരു ജനലിന്റെ അടുത്തോ മെഹ്റാബിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. പള്ളിയിലല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങാനും വേറെ ഒരാൾ അവിടെ ചെന്ന് ഇരുന്നാൽ ഞാനത് വിട്ടെടുക്കൂല എന്ന് പറയരുത് എന്നാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഇരിക്കുന്നത്? തങ്ങളുടെ അടുത്ത് പോയിരിക്കും. ആര്? അവിടുത്തെ മരുമകൻ, തങ്ങളുടെ കസിൻ, അവിടുത്തെ സണ്ണിലോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഫദഖല സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പൊ സ്ഥിരം അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഫഖാമ ലഹു അലിയുൻ കറമല്ലാഹു വജ്ഹ. ബഹുമാനപ്പെട്ടവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നു. ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോ മാറിക്കൊടുത്തതാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം പറഞ്ഞത്? ലാ യഅരിഫുൽ ഫളല ലി അഹ്ലിൽ ഫളൽ ഇല്ലാ അഹ്ലുൽ ഫളൽ. ലാ യഅരിഫുൽ ഫളല ലി അഹ്ലിൽ ഫളൽ. ബഹുമാനമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് ബഹുമാനമുള്ളവർക്കേ അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നല്ല പണിയാണ് ചെയ്തത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റെസ്പെക്റ്റ് ആണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, വലിയ ആളുകളോട് നമ്മൾ തിരുത്തി കൊടുക്കുന്നത് അതിന്റെ ഷുഡ് ബി ഇൻ അറ്റ്മോസ്റ്റ് അദബ്, നല്ല അദബിലായിരിക്കണം എന്നാണ്. അത് ശരീഅത്തിന്റെ ഭയങ്കര വിഷയമാണ്. പബ്ലിക്കായിട്ട് ഹറാസ് ചെയ്യരുത്, എംബാരസ്മെന്റ് ഉണ്ടാവും. അങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ കറക്റ്റ് ചെയ്യരുത്. അത് നാണം കെടുത്തിന് തുല്യമാണ്. നമ്മൾ അറിയാതെ വരുന്നതൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പക്ഷെ ഒരു മഹത്വമുള്ള ഒരാൾ, ഒരു പ്രായത്തിൽ കൂടിയ ഒരാൾ, ഒരു ഇൽമുള്ള ഒരാൾ, അയാൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. അത് ദീനാണ്. എത്രത്തോളം എന്നാൽ ഉലമാ പറയാണ്, ചില ഹദീസുകളൊക്കെ ഒരു ഉസ്താദോ ഒരു ആലിമോ ഒരു വിഷയം പറഞ്ഞിരുമ്പോ സമിഅതുഹു, ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ, ഇത് പറയരുത് എന്നാണ്. മുഴുമിപ്പിക്കാനായി ആവില്ല, അപ്പോഴേക്കും പറയും ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടല്ലോ, ഇത് ഞാൻ മറ്റേ ഉസ്താദിനിരുന്ന് കേട്ടല്ലോ, അത് പറയരുത് എന്ന്. അതൊരു തരം അദബ് കേടാണ്. സാഗൂതം കേട്ടിരിക്കുക. ഒരു പക്ഷേ കഴിഞ്ഞ കൊല്ലം കേട്ടതിനേക്കാൾ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും നമ്മുടെ വിജ്ഞാനത്തിന്റെ മണ്ഡലവും വർദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് കുറച്ചുകൂടെ അധികം പഠിക്കാനുണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ എത്ര നന്മ കിട്ടിയാലും വയറ് നിറയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യങ്ങളാണെങ്കിലും അദബിന്റെ വിഷയം ഭയങ്കരമാണ്. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കൊടുത്തു. തങ്ങൾ അതിനെ തങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്ത്. നന്നായിട്ടുണ്ട്. മഹത്വമുള്ള ആളുകൾ തന്നെയാണ് മഹത്തുക്കളുടെ മഹത്വം മനസ്സിലാക്കുന്നത്. അതാണ് ആ വാക്കിനർത്ഥം. അപ്പൊ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വന്നിരുന്ന ഒരു പ്രായമുള്ള ഒരാൾ പള്ളിയിലേക്ക് വരാണ്, ആ സ്ഥാനത്തേക്ക് വന്നാൽ എഴുന്നേറ്റ് കൊടുക്കുക. നമ്മൾ ബസ്സിലൊക്കെ എഴുന്നേറ്റ് കൊടുക്കുന്നില്ലേ, അതുപോലെ പള്ളിയിൽ വന്നാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥലത്തേക്കാളും കുറച്ചുകൂടെ സ്ഥലം നിങ്ങളുടെ അരികത്തുണ്ട്, മാഷാ അല്ലാഹ്, അവിടെ എന്ത് ചെയ്യണം, നമ്മൾ മാറിക്കൊടുക്കണം. ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരികയാണ്. ഇതൊക്കെ പള്ളിയുമായി വന്ന മസലകളാണ്. മുഹദ്ദിസീങ്ങൾ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിൽ വിശദീകരിച്ച സംഭവമാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിന്റെ മുമ്പിലാണ്. അപ്പോ തങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇദ്ദേഹം നടന്നു വരികയാണ്. ഫഅബ്തഅൽ ഖൗമു അൻഹു, അദ്ദേഹത്തിന് എത്താനുള്ള സാവകാശം കിട്ടിയില്ല. ജനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ഥലം മാറി കൊടുത്തില്ല എന്നർത്ഥം. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. സങ്കൽപ്പിക്കുക, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ സദസ്സിലൂടെ അങ്ങനെ വരികയാണ്. സ്വഹാബത്ത് ഇങ്ങനെ നബിയിലേക്ക് നോക്കിയിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു പ്രായമുള്ള ആൾ വരുമ്പോൾ പെട്ടെന്ന് സ്ഥലം മാറി കൊടുക്കണം. അദ്ദേഹത്തെ നിർത്തി വിഷയിപ്പിക്കരുത്. കാരണം നടക്കാൻ പ്രയാസം ഉണ്ടാവും, കാലുമുട്ടിന് വേദന ഉണ്ടാകും, ഊരയ്ക്ക് വേദന ഉണ്ടാവും. നമുക്കറിയില്ല ഈ അവസ്ഥകളൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കോമൺ സെൻസ്, പെട്ടെന്ന് മാറിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രായമുള്ള ആൾക്ക് എന്തോ ഒരു പ്രയാസം നേരിട്ടുണ്ട്. കാരണം കുറച്ച് സമയം എടുത്തുകൊണ്ട് മുമ്പോട്ടെത്താൻ. അന്നേരം
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണിത്. ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല, മല്ലം യർഹം സഗീറനാ, നമ്മിലെ കൊച്ചുകുട്ടികളോട് റഹ്മത്തും വയുവക്കിർ കബീറനാ, നമ്മിലെ പ്രായമുള്ള ആളുകളോട് ബഹുമാനവും ഇല്ലാത്ത ആൾ നമ്മിൽപ്പെട്ട ആളല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഹദീസ് കേട്ടിട്ടുണ്ടാവും. അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ്, അതിന്റെ സന്ദർഭം ഇതായിരുന്നു. പള്ളിയിലേക്ക് വന്ന് പ്രയാസപ്പെടുത്തിയപ്പോഴാ പെട്ടെന്ന് മാറിക്കൊടുക്കണം. ഇമാമുമാർ, ഖതീബുമാർ ഖുതുബ എഴുതാൻ വേണ്ടി വരും, പെട്ടെന്ന് വഴിമാറി. അതൊക്കെ സുന്നത്താണ്, അദ്ബുകളിൽപ്പെട്ട വിഷയങ്ങളാണ്. അതൊരു ആചാരാണെന്ന് വിചാരിക്കരുത്, നമ്മൾ ചെയ്യുന്ന ഔദാര്യാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ അച്ചടക്കത്തിന്റെ ശറഇന്റെ ഭാഗങ്ങളാണ്. അനസ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യാൻ, മാ അക്റമ ശാബ്ബുൻ ശൈഖൻ ലിസിന്നി, ഒരു പ്രായമുള്ള മനുഷ്യനെ ഒരു യുവാവെങ്ങാനും അയാളുടെ പ്രായം മാനിച്ച് ബഹുമാനിച്ചാൽ, ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നി, ഈ ചെറുപ്പക്കാരന് പ്രായമാകുമ്പോൾ അയാളെ ബഹുമാനിക്കാൻ ഒരാളെ അല്ലാഹു തആല ഏർപ്പാട് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ പഠിക്കണം. കൊച്ചുമക്കളിൽ ബഹുമാനം നഷ്ടപ്പെടുന്ന സമയങ്ങളാണ്, കാലഘട്ടമാണ്. അതുകൊണ്ട് ബഹുമാനം പഠിപ്പിക്കണം. മുതിർന്നവരോട് സംസാരിക്കുന്നത് അറ്റ്മോസ്റ്റ് അദബിൽ, നല്ല ബഹുമാനത്തിലും അച്ചടക്കത്തിലുമായിരിക്കണം ചെയ്യേണ്ടത്. പള്ളിയിലേക്ക് കുട്ടികളെ വരാൻ പറ്റുമോ? കുട്ടികളോട് എങ്ങനെയാ പള്ളിയിൽ പെരുമാറേണ്ടത് ഒരു വിഷയമാണ്. ഇവിടെ കുറച്ച് ഒരു ചൈൽഡ് സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം. കുട്ടികൾ ഏതിനും ഒരു അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നന്നായിട്ടുണ്ട് മോനെ, ഒന്ന് തലക്കൊന്ന് കൊട്ടേ, ഒന്ന് തോളിലൊന്ന് തട്ടേ, എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കേ, ഒരു വെർബലായിട്ട് നമ്മൾ വായ കൊണ്ടെങ്കിലും നന്നായിട്ടുണ്ട് മോനെ, ഉഷാറായി, മാഷാ അല്ലാ, മോൻ പള്ളിയിലേക്ക് വന്നല്ലോ, അങ്ങനെ പറയണമെന്നാ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പള്ളിയിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. 5 വയസ്സിൽ താഴെയാണ്, അവർക്ക് പള്ളിയുടെ അദബ് അറിയില്ല, പള്ളിയുടെ അച്ചടക്കം അവർക്ക് മനസ്സിലാക്കാനായിട്ടില്ല. അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരരുത്. ഉമ്മ പറയണം, ഏതായാലും നിങ്ങൾ ജുമയ്ക്ക് പോവല്ലേ, എനിക്ക് ഏതായാലും ചോറും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, ഇവൻ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അത് പറ്റൂല. പള്ളിയുടെ അച്ചടക്കം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടോ, പള്ളിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കുട്ടികൾ പള്ളിയിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാ പെരുമാറിയത് അല്ലെ? അന്നത്തെ ഖലീഫമാരൊക്കെ പള്ളിയിലാ അവരുണ്ടാകുക. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ, ഹിജാസിയീനായ ആളുകൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നു. ആ കുട്ടിക്ക് 11 വയസ്സിലേറല്ല, ഒരുപാട് പ്രായമുള്ള പക്വതയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ 11 വയസ്സുള്ള ഒരു കുട്ടി. അപ്പോ ആ കുട്ടിയാണ് സംസാരിക്കാൻ മുന്നോട്ട് വന്നത്. വലിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ മാറി നിന്ന് കൊടുക്കണം. പക്ഷെ ചില കുട്ടികളിൽ ചില ടാലൻസ് ഉണ്ടാവും, അവരത് പറയാൻ ഇഷ്ടപ്പെടും, കുഴപ്പമില്ല, അതിന്റെ ഭംഗിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല. അപ്പോ കുട്ടി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാര്യം അറിയില്ലല്ലോ ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ഇജ്ലിസ് അയ്യുഹൽ ഗുലാം, മോൻ ഇരിക്കിൻ, മോനെക്കാളും പ്രായമുള്ള ആരെങ്കിലും ഒരാൾ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അസ്ലഹല്ലാഹുൽ അമീർ, അമീറിനെ അള്ളാഹു നന്നാക്കട്ടെ. ആരെ? ഖലീഫയെ അള്ളാഹു നന്നാക്കട്ടെ. അൽ മർഉ ബി അസ്ഗുറൈഹി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യനിലെ 2 ചെറിയ സാധനങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യനാവുന്നത്. ഖൽബിഹി വലിസാനിഹി, ഒരു മനുഷ്യന്റെ ഹൃദയവും അവന്റെ നാവും. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ പേഴ്സണാലിറ്റി എന്താ? നമ്മുടെ ഹൃദയവും നമ്മുടെ നാവും. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് നാവിലൂടെ പുറത്തു വരിക. കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് ഒരു നാവ് അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹൃദയം കിട്ടിയാൽ, ആ കുട്ടിക്ക് സംസാരിക്കാമല്ലോ. ഖലീഫ, നിങ്ങൾ എന്താ എന്നെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പ്രായമാണ് പ്രശ്നമെങ്കിൽ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെക്കാളും പ്രായമുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ടല്ലോ, അവരാണല്ലോ പിന്നെ അമീറാകേണ്ടത്, നിങ്ങളല്ലല്ലോ. യാ അല്ലാഹ്, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മനസ്സിന്റെ വിശാലത നോക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ അഭിനന്ദിച്ചു എന്നാണ്. മാഷാ അല്ലാഹ്, മോൻ തന്നെ പറയും, ഞാൻ കേൾക്കട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സദസ്സിലൂടെ വരുന്നത്. കുട്ടികളൊക്കെ ചെതറി ഓടി, എല്ലാരും അങ്ങ് ഓടിക്കളഞ്ഞു. ഒരാൾ മാത്രം പോയില്ല. ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. കൊച്ചു കുട്ടിയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്.
മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഉസ്താദുമാരൊക്കെ വരികയാണെങ്കിൽ പടച്ചവനെ കളിയും വടിയും പന്തൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ മടക്കുത്ത് താഴ്ത്തി വെച്ച് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് യാ അല്ലാ. ഇന്ന് കളിക്കരടി ഉസ്താദ് പോയാൽ തലക്കരടി കിട്ടും അല്ലേ? അദബ് നഷ്ടപ്പെടുകയാണ്. ഭയങ്കര വിഷയമാണ്, ഗൗരവമാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എല്ലാ കുട്ടികളും ഓടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഗുലാം ലിമ ലം തഹ്റും മഅ മൻ ഹറം. ഓടിയ കുട്ടികളുടെ കൂട്ടത്തിൽ എന്തേ മോൻ ഓടാതിരുന്നതെന്ന് ചോദിച്ചു. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖാല അയ്യുഹൽ അമീർ, അന്നവർ ഖലീഫയാണ്. അയ്യുഹൽ അമീർ ലസ്ത ളാലിമൻ ഫഅഖ്ശാ ദുൽമക്. നിങ്ങളൊരു അക്രമിയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്രമം പേടിച്ച് ഞാൻ ഓടണമെന്ന് വരാം. നിങ്ങൾ അക്രമിയല്ലല്ലോ, ഞാൻ പിന്നെ എന്തിനു ഓടണം? ഒന്ന്, ഞാനൊരു കുറ്റം ചെയ്ത ക്രിമിനലുമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷ എനിക്കുണ്ടാവുമെന്ന് പേടിച്ച് ഞാൻ ഓടണം. അതുമല്ല. നിങ്ങൾക്കും എനിക്കും ഇവിടെ നിൽക്കാൻ വഴിയിൽ സ്ഥലമുണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് നിന്നതാണ്. ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സിഗാറു റീഹിൽ ജന്ന, കുട്ടികൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കാറ്റുകളാണെന്ന് ഉലമാ പറയും. സ്വർഗത്തിന്റെ കാറ്റാണ്. സുബ്ഹാനല്ലാഹ്. അവരെ പള്ളിയിലേക്ക് വന്നാൽ അക്രിമൂഹും ഫിൽ മസാജിദ്. ഉലമാ പറയാ, പള്ളിയിൽ വരുന്ന മക്കളെ ബഹുമാനിക്കണം. അവർക്ക് എന്തെങ്കിലും ചില അറബിയിലെ ചില അറബ് പ്രായമുള്ള ആൾക്കാരെ ഞാൻ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. പള്ളി ചെന്നപ്പോ കുട്ടിക്ക് പോക്കറ്റിൽ മിഠായി റെഡിയാണ്, കുട്ടിക്ക് എടുത്തു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പള്ളി നിസ്കരിക്കാൻ വന്ന ചെറിയ മക്കൾക്ക് പ്രായമുള്ളവർ, അങ്ങനെ ചില അറബികളൊക്കെ ചെയ്യും. നല്ല സ്വഭാവം, അല്ല ചെറിയ കൊച്ചു മിഠായി മതി. കുട്ടികൾ എത്രയോ വലിയ ചോക്ലേറ്റ് ബാർ തിന്ന ആൾക്കാരായിരിക്കും, പക്ഷെ പുറത്തുനിന്ന് ചെറിയ മിഠായിട്ട് അതിന്റെ കടിപിടിയല്ലേ അല്ലേ? അവർക്കത് ഇഷ്ടമായിരിക്കും. അതൊരു അപ്രീസിയേഷനാണ്. നന്നായിട്ടുണ്ട് മോനെ, മാഷാ അല്ലാഹ്. നമ്മൾ നേരെ ആ കുട്ടിയെ ആകണ്ട് we shouldn't put him down. നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്താ മോനെ ട്രൗസറൊക്കെ തീരെ ഇങ്ങനെ പള്ളി വരരുത് കേട്ടോ, അങ്ങനെയൊന്നും അപ്പൊ പറഞ്ഞേക്കരുത്. കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം അതിന്റെ സന്ദർഭമായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനെ നല്ല സ്വഭാവമാണെന്ന് വരുന്നത്. കുട്ടിയോട് വരാൻ തോന്നണം, കുട്ടിക്ക് അത് ഇഷ്ടം തോന്നണം. അതൊക്കെ പള്ളിയോട് ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പള്ളിയുടെ ആദാബുകൾ മനസ്സിലാക്കുന്ന കുട്ടികളാണെങ്കിൽ ഫഅഹ്ലം ബിഹിം വമർഹബ, അവർക്ക് എല്ലാവിധ ആശീർവാദങ്ങളും